الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹു തആല അൻഹയോട് മലായിക്കത്ത് സന്തോഷ വാർത്ത അറിയിച്ച കാര്യമാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കൊരു കുട്ടി ജനിക്കാൻ പോകുന്നുണ്ട്. അവരുടെ പേര് അൽ മസീഹു ഈസ ഇബ്നു മറിയം എന്നാണ്. അവർ ദുനിയാവിലും ആഖിറത്തിലും ആരാണ്? വജീഹാണ്, മുഖറബീങ്ങളിൽപ്പെട്ടവരാണ്. പിന്നെ അവർക്കുള്ള കുറേ മുഅ്ജിസാത്ത് ഇങ്ങനെ എണ്ണിയുണ്ട്. വയക്കല്ലിമുന്നാസ ഫിൽ മഹ്ദി വകഹ്ല. അപ്പം ബീബി എന്താക്കി? ആദത്ത് പ്രകാരം ഇസ്കാല് ചോദിച്ചു, എനിക്ക് മകളൊന്നും കഴിഞ്ഞിട്ടില്ല, ഒരു പുരുഷ സമ്പർക്കം എനിക്കുണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ മക്കളുണ്ടാകില്ല? അല്ലാഹു തആലക്ക് അതൊക്കെ കഴിയുന്നു. ആ ചോദ്യോത്തരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈസാ അലൈഹിസ്സലാമിൻ്റെ മദ്ഹ പറയുന്നത്, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വത്തൗറാത വൽ ഇൻജീൽ. 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ. വയുഅല്ലിമുഹുൽ കിതാബ 2, വൽ ഹിക്മത 3, തൗറാത്തും ഇൻജീലും. എന്താ ഇത് തമ്മിൽ വ്യത്യാസം? വയുഅല്ലിമുല്ലാഹു ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിക്കും അൽ കിതാബ. ഇവിടെ അൽ കിതാബ ഉദ്ദേശിക്കുന്നു തൗറാത്തും ഇൻജീലും ആക്കിയാൽ അത് ആവർത്തനമാണ്. അവിടെ എന്താക്കും? അൽ കിതാബത വൽ ഖത്ത ബിൽ ഖലമീന, എഴുതാനും എഴുത്ത്, പേന കൊണ്ടുള്ള എഴുത്ത്. അതെങ്ങനെ പഠിപ്പിക്കുക? ബിൽ ഇൽഹാമി വൽ വഹി എന്നല്ലാന്ന് അള്ളാഹ് വന്നിട്ട് ഇങ്ങനെ പൊക്കി എന്നിട്ട് എഴുതലല്ല. വകാന അഹ്സനന്നാസി ഖത്തൻ ഫീ സമാനിഹി. ആ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള എഴുത്തിൻ്റെ ആളായിരുന്നു ആര്? ഈസാ അലൈഹിസ്സലാം. എഴുത്തിൻ്റെ ചില നേതാക്കന്മാരുണ്ടല്ലോ. ശ്രീണ്ടാമത്തെ ഹസൻ ഷേഖ്, നമ്മളിപ്പം സേലത്തിൻ്റെ ഉപ്പാപ്പ, എഴുത്ത് നോക്കിയാൽ ദുഃഖിതരായ എഴുത്തിങ്ങനെ നോക്കിയാൽ ദുഃഖമെല്ലാം മറന്നു പോകും. അങ്ങനത്തെ ഒരു കയ്യെഴുത്താണ്. അത് കുട്ടിശ്ശറ എഴുതിയാലും ബലിങ്ങനെ എഴുതിയാലും മറ്റെഴുത്തിൻ്റെ ആളെന്ന് ശ്രീകണ്ഠത്തെ മമ്മിഞ്ഞ് നോക്കാം. അവർ ഇങ്ങനെ ആർട്ടെല്ലാം എഴുതി കൊടുക്കും. പടിമെല്ലാം കൊത്താൻ. പിന്നെ എഴുത്തിൻ്റെ ആളാരാന്ന് തളിപ്പറമ്പിൽ അവതോ പുലർത്താം. പിന്നെ മറ്റൊരാളാരാന്ന് യഹ്യാ തങ്ങൾ. കിതാബ് കുട്ടിശ്ശറയിൽ എഴുതിയാൽ ഒരു അത്ഭുതമുണ്ട്. അപ്പോൾ ഹസനുന്നാസി ഖത്തൻ ഫീ സമാനിഹി. ഇനി രണ്ടാമത്തെ വിഷയത വൽ ഹിക്മത. അതായത് അൽ ഉലൂമൽ അഖലിയ്യത വശർഇയ്യ. അഖലിയ്യായ ഉലൂമും പഠിപ്പിക്കും, ശർഇയ്യ ഉലൂമും പഠിപ്പിക്കും. അതായത് മഅഖൂലും അറിയാം, മൻഖൂലും അറിയാം, അല്ലേ? 3 തഹദീബുൽ അഖ്ലാഖ്, സ്വഭാവങ്ങളെ സംസ്കരിക്കൽ. അത് 3 കൂടി അടങ്ങിയതാണ്. ലിഅന്ന കമാലൽ ഇൻസാനി ഫി അൻ യഅരിഫൽ ഹഖ്ക ലിദാതി. ഹക്കിനെ ഹക്കിന് വേണ്ടി അറിയണം, അതിൻ്റെ ദാത്തിന് വേണ്ടി. വൽ ഖൈറിനെ അറിയണം ലി അജലിൽ അമലി ബിഹി, അതുകൊണ്ട് അമൽ ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി. വ മജ്മൂഉഹുമാ ഹുവൽ മുസമ്മാ ബിൽ ഹിക്മ. അത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്തായി? ഹിക്മത്ത് എന്ന് പേരായി. അതായില്ലേ? ഇനി പഠിപ്പിക്കുന്ന മറ്റൊരു വിഷയം തൗറാത്ത് വൽ ഇൻജീൽ. അതിനെയും പഠിപ്പിക്കും, രണ്ടിനെയും പഠിപ്പിക്കും. തൗറാത്തവർക്ക് മുമ്പ് കഴിഞ്ഞ കിതാബാണല്ലോ. ഫയഹ്ഫദുഹുമാ അൻ ലഹരി ഖൽബിൻ. മനപ്പാടം അത് ഹിഫ്ള് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കലാം ഈസാ അലൈഹിസ്സലാമിൻ്റെ മഹത്വങ്ങളായി പറഞ്ഞത്. അപ്പോൾ അത് മുഖേന എന്താക്കും? അവരെ ഉമ്മയായ മറിയം ബീബിക്ക് ഫളായിൽ കിട്ടുന്നത്. എൻ്റെ മോൻ ഇങ്ങനത്തെ ആളാണ്. കണ്ട, അതാണ് വഹാദൽ കലാമു സീഖ തത്യീബൻ ലിഖൽബി മറിയം. മറിയം ബീബി അലൈഹിസ്സലാമിൻ്റെ കൽബിനെ നല്ല സന്തോഷമാക്കാൻ വേണ്ടിയാണ് ഈ കലാമെല്ലാം പറയുന്നത്. മാത്രമല്ല വൈസാഹതൻ ലിമാ അഹമ്മഹാ മിൻ ഖൗഫിൽ ലായിമ. ജനങ്ങളുടെ ആക്ഷേപത്തിൻ്റെ ഒരു പേടിയും അത് മനസ്സിൽ വല്ലാണ്ടുണ്ട്. അതുകൊണ്ട് അലിമത് അന്നഹാ തലിദു മിൻ ഗൈരി സൗജിൻ. സൗജ് കൂടാതെയാണ് പ്രസവിക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ആക്ഷേപമാകുമല്ലോ. അതിനെ തൊട്ട് സമാധാനിപ്പിക്കൽ വേണം.
ഇനി വയജ്അലുഹു റസൂലൻ ഇലാ ബനി ഇസ്രായീൽ എന്ന ആയത്തുള്ളത്. അപ്പോൾ റസൂലൻ എന്ന് പറഞ്ഞാൽ നസ്ബ് കിട്ടിയത് എങ്ങനെയാന്ന്? അത് യജ്അലുഹു എന്ന് അവിടെ കൂട്ടിക്കൊടുത്തു. ഇതുകൊണ്ട് യുഅല്ലിമൂന്റെ മുകളിൽ പറഞ്ഞാൽ ശരിയാവില്ലല്ല. യുഅല്ലിമു തൗറാത്തും കിതാബും ഹിക്മത്തും റസൂലിനെയും പഠിപ്പിക്കുന്നില്ലല്ലോ, റസൂലായി നിയമിക്കും ബനൂ ഇസ്രായീലിലേക്ക്. എന്നിട്ടോ അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ വക്കൽ നിന്നുള്ള ദൃഷ്ടാന്തവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലായി വരിക. ഐ യുകല്ലിമുഹും, അവരോട് സംസാരിക്കും. അതാണ് യുകല്ലിമുഹിൻ്റെ അന്നി. വക്കാന അവ്വലു അംബിയാഇ ബനി ഇസ്രായീൽ യൂസുഫ് അലൈഹിസ്സലാം, ബനൂ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട നബിമാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ യൂസുഫ് അലൈഹിസ്സലാമാണ്. വ ആഖിറുഹും ഈസാ അലൈഹിസ്സലാമുമാണ്. അതല്ലേ എന്താണ് ആയത്തും മിർ റബ്ബിക്കും? അന്നീ അഖ്ലുഖു ലക്കും മിനത്വീനി കഹൈഅത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ഒന്നാമത്തെ മുഅ്ജിസത്താണ്. ഞാനെന്താക്കും? അഖ്ലുഖു എന്ന് പറയുമ്പോൾ ഖൽഖ് എന്നുള്ളത് അല്ലാഹു തആലാക്ക് വേണ്ടി മാത്രമുള്ള ഖാസായ പണിയാണ്. അപ്പോൾ എന്താക്കും? ഒരു രൂപപ്പെടുത്തൽ ഉണ്ടാക്കും എന്ന് അർത്ഥം കൊടുക്കേണ്ടി വരും. ഖൽഖ് എന്ന വസ്തു അല്ലാഹുക്ക് മുഖ്തസ്സാണ്. അതാണ് ഉഖദ്ദിറു വൗശക്കിലു എന്ന് പറയാത്ത അർത്ഥം കൊടുത്തത്. ഉഖദ്ദിറു, ഞാൻ തഖ്ദീറാക്കിയ ഷക്കിലുണ്ടാക്കും. എന്താ ലിഅന്നഹു ഖദ് സബത, എന്തുകൊണ്ടാണ് അങ്ങനെ തഅ്വീൽ കൊടുക്കുന്നത്? ഖദ് സബത അന്നൽ അബ്ദ ലാ യകൂനു ഖാലിഖൻ, അബ്ദ് ഖാലിഖാവൂല എന്ന് സുബൂത്തായ കാര്യമാണ്, നിഷേധ്യമായ കാര്യമാണ്. ഏത് മാനാക്കുള്ള ഖാലിഖ്? ബിമാന തക്വീനി വൽ ഇബ്ദാ, ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കലുണ്ടല്ലോ, അത് അല്ലാഹുക്ക് മാത്രം മുഖ്തസ്സാണ്. അതുകൊണ്ട് ഫവജബ അൻ യകൂന ബിമാന തഖ്ദീരി വതസ്വിയത്ത് എന്ന അർത്ഥപ്രകാരം ആക്കൽ വാജിബായി പോയി. അഖ്ലുഖിന് നേരെ അർത്ഥം കൊടുത്തുകൂടാം. ലക്കും അയ ലി അജ്ലിക്കും, നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈമാനിക്കും വറഫി തക്ദീബിക്കും, നിങ്ങൾ കളവാക്കൽ ഒഴിവാക്കാനും നിങ്ങൾ വിശ്വസിക്കാനുമുള്ള ആവശ്യത്തിന് വേണ്ടിയാണ്. എന്തിനാല അഖ്ലുഖു മിന തീനി, തീനിനാലി, തീനേതാണ്? കളിമണ്ണ്, വെള്ളവും. അതായത് ഷൈഅൻ, അതിനാ ഷൈഅൻ കൂട്ടി കൊടുക്കുന്നത്. അഖ്ലുഖുവിൻ്റെ മഫ്ഊല് പറഞ്ഞിട്ടില്ല, അഖ്ലുഖു. അപ്പം ഷൈഅൻ മിന തീൻ, തീനിനാലുള്ള ഒരു ഷൈഅ ഞാൻ ഉണ്ടാക്കും. ആ ഷൈഅ എന്തായിരിക്കും? കഹൈഅത്തി ത്വയ്രി, പക്ഷിയുടെ കൊലത്തിലായിരിക്കും. അപ്പം കഹൈഅത്തി ത്വയ്രിൻ്റെ മുശബ്ബഹ ഏതായിരിക്കും? ഷൈഅൻ, പക്ഷിയുടെ കോലത്തിൽ. മിസ്ല സൂറത്തി ത്വയ്രി. എന്നിട്ടോ ഫഅൻഫുഖു ഫീഹി, ഞാൻ അതിലൂതും. അപ്പോൾ അദ്ദമീറു ഫീഹി എന്നല്ലേ? ത്വയ്ർ സാധാരണ മുഅന്നസായിട്ടാണ് പ്രയോഗിക്കല്. ത്വയ്റൻ അബാബീല തർമീഹിൻ, താഴെ കൊടുത്തു ബിഹിജാറത്തൻ മിൻ സിജ്ജീൽ. സാധാരണ അറബി ഭാഷയിൽ ത്വയ്ർ മുഅന്നസായിട്ടാണ് പ്രയോഗം. അപ്പോൾ ഫീഹി എന്ന് പറഞ്ഞതോ ഐ ഫീ ദാലിക ഷൈഇൽ മുമാസിലീനൈ, പക്ഷിയുടെ കോലത്തിനോട് മുമാസിലായ ഷൈഇൽ ഞാൻ ഊതുന്നു. അപ്പം മുദക്കറായ മതിയല്ല. അപ്പോൾ എന്താകും? അത് തയ്യറായിട്ട് മാറും. ഹയ്യൻ, ഹയാത്തുള്ളത്, തയ്യാറും പറക്കുന്ന സഖസായിര തൊയ്യൂർ, മറ്റുള്ള പക്ഷികൾ പറക്കാറുള്ളത് പോലെ. അതെന്നെ എങ്ങനെയാ? ഇതൊക്കെ ഞാൻ ചെയ്യുന്ന പണി. പക്ഷെ ഇതിനില്ലാഹി, അതെല്ലാം അതിൻ്റെ കരണ്ട് വരും. അള്ളാൻ്റെ ഇതിനോട് കൂടിയുണ്ട് ചർജ. അതന്നെ ലൗലക്കന്മാരുടെ സ്ഥലത്തുള്ളതും ഏകല്ലാരും ഉള്ളാലേന്ന്. അല്ലാണ്ട് ഇതിന് പ്രകാരം എന്നല്ല പറയുന്നത്. ഇതിന് പ്രകാരമാക്കിയാൽ അസിൽ പ്രവർത്തകൻ ഇപ്പം ആരാന്ന്? അള്ളയാണ്. പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ എന്താക്കണം? ഇവരെ സ്ഥാനം വരുത്താൻ വേണ്ടി അള്ളാഹു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കിയതാണ്. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് ഇവർ മുഖേന എന്താക്കും? ചില മുബാശറത്ത് അതിന് വെച്ചുകൊടുത്തു. ശരിക്കും തന്നെ മുബാശറത്ത് തഹസീറൊന്നും ഉണ്ടാവില്ല. അതെ, അല്ല ഞാൻ പണ്ട് എൻ്റെ ഇങ്ങനെ ടോർച്ച് ഉണ്ടായിരുന്നു. മൈമൂനത്തിന് 3 വയസ്സാ വെച്ചാണ് ഞാൻ വന്ന് പറയുന്ന ടോർച്ച് ഉണ്ട്, നീ പറഞ്ഞ പോലെ അനുസരിക്കും ആ ടോർച്ച്. കാണാം, ടോർച്ച് കത്തുക എന്ന് പറയും. കത്തി ഞാനെന്താക്കുന്നത്? ഇവിടുന്ന് വല്ല അമർത്തുന്നുണ്ട്.
ഈ വാക്കിന് കത്തലിൻ്റെ വിഷയത്തിൽ ഒരു തഹസീറുമില്ല, ഒരു കരണ്ടും വരുന്നില്ല. ടോർച്ച് നീ കെടുക എന്ന് പറയും, കെട്ടപ്പോൾ എന്തായി പറഞ്ഞപ്പം തന്നെ കെട്ട്. കത്തിയിട്ട് കുറച്ച് സമയം നിൽക്കണം, ആയിക്കോട്ടെ നീ പറഞ്ഞോ. എന്താ അതുവരെ അമർത്തി പിടിച്ചു കൊടുത്തിരിക്കുന്നു സ്വിച്ച്. ഇന്നടക്കുന്ന കള്ളി ആയിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പുറം പോയിട്ട് പറഞ്ഞു ഉപ്പായത്തെ ടോർച്ച് ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്ന ടോർച്ച് ഉണ്ട് എന്ന്. അപ്പം ഇപ്പോൾ ഇവിടെ എന്താകുന്ന അന്നേൻ്റെ സ്വിച്ച് അമർത്തുന്നു. എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ ഇവർക്കുള്ള സ്ഥാനം കൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അള്ളാഹിൻ്റെ ഇതിന് പിറകെ അപ്പം എന്താ പഠിച്ചവനാകുന്നില്ല. അപ്പോൾ ഖുലൂബിൻ്റെ അഹലുകാരുണ്ടല്ലോ, അതിൻ്റെ വിട്ട് കിടക്കുന്ന ഇഫ്രാത്തിൻ്റെ അഹലുകാർക്ക് അള്ളാഹിമ മാത്രം ചുമത്തും. ഓറ ഹയാത്താക്കി എന്ന് പറഞ്ഞു അല്ലേ? എന്താ അല്ലേ മൈമുൻട്ട് പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? എന്താ ഞാൻ പറഞ്ഞ പോലെ വെക്കുന്നല്ലോ പറഞ്ഞു. ഹക്കിൻ്റെ അഹലുകാർ എന്താക്കും? അബീദിനില്ലാഹി. അപ്പം അതിൻ്റെ ഉള്ളുകൾ തിരിഞ്ഞ് അപ്പം വല്ലാണ്ട് പൊക്കാൻ നിൽക്കൂല, ഇലാഹിൻ്റെ പദവിയിലേക്ക് പൊക്കാൻ നിൽക്കൂല, സാധാരണ ആളെ മാറി താക്കാനും നിൽക്കൂല. മുത്തവസ്സത്ത്. അതാ അശാറ ബിദാലിക, ഈ ബിഇദ്നില്ലാഹി കൊണ്ട് സൂചിപ്പിച്ച എന്താ? ഇലാ അന്ന ഇഹ്യാഅഹു മിനല്ലാഹി തആല, അതിൻ്റെ ഇഹ്യാ അല്ലാഹുവിൻ്റെ വക്കൽ നിന്നാണ്, ലാ മിൻഹു, ഓരോ വക്കന്നല്ല. അപ്പം എന്തിനാ മൂപ്പറെന്തിന്? അലാ സബീൽ ഇദ്ഹാറുൽ മുഅ്ജിസാത്ത്, മുഅ്ജിസാത്ത് വെളിപ്പെടുത്തുക എന്ന രീതിയിൽ. റവിയ അന്ന ഈസാ അലൈഹിസ്സലാം ലമ്മദ്ദഅ നുബുവ്വത വഅദ്ഹറൽ മുഅ്ജിസാത്ത്, നബിയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു, മുഅ്ജിസാത്ത് വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ ഖാലബൂഹു, ജനങ്ങൾ വന്നില്ല. എന്നാൽ പിന്നെ ഒന്ന് കാണിക്കും. ബിഖൽഖി ഖുഫാശിൻ, ഒരു ഖുഫാശിനെ പടക്കാൻ. ഖുഫാശാരാന്ന് നമ്മുടെ കടവാതിലല്ലേ. ഫഅഖദ ഖീനൻ, അങ്ങനെ ഉടനെന്താക്കി മൂപ്പർ മണ്ണെടുത്ത് സബ്ബറഹു, അപ്പോൾ ഖുഫാശിൻ്റെ കോല ഉണ്ടാക്കി. സുമ്മ നഫഖ ഫീഹി, പിന്നെ അതിലൂതി. ഫൈദാ ഹുവ യതീറു ബൈന സ്സമായി വൽ അർദ്, ആകാശഭൂമിൻ്റെ ഇടയിൽ ഇതാ പറക്കുന്നു. ഇത് രണ്ടാമത്തെ മുഅ്ജിസാത്ത്. വഉബരിഉൽ അക്മഹ വൽ അബ്റസ, വഉബരിഹു, ഞാൻ അശ്ഫി വഉസഹിഹു, ഞാൻ ശഫിയാക്കി കൊടുക്കും. അക്മഹ് എന്ന് പറഞ്ഞാൽ അയ്യല്ലദീ വുലിദ അഅമ, കുരുടനായി തന്നെ ജനിച്ച ആളാണ്. വൽ അബ്റസ് എന്ന് പറഞ്ഞാൽ വഹുവല്ലദീ ബിഹി ബറസുൻ, ഏത് വെള്ളപ്പാണ്ട്. ആയി ബയാദും ഫിൽ ജിൽദി, തോലിൽ ഒരു ബയാദാണ്. തയ്യറു ബിഹി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്താക്കും, അത് മോശമായി കാണും. എപ്പോൾ ഇതസ്തഹക്കമ, അത് ശരീരത്തിൽ പൂണ്ട് പിടിച്ചാൽ ജനങ്ങൾ എന്താക്കും, വെറുത്തിട്ട് മാറിക്കളയും. ഫലാ ബുർഅലഹു വലാ യസൂറു ബിൽ ഇലാജ്, അതിന് ശമനമുണ്ടാകില്ല, അത് ഇലാജ് കൊണ്ട് നീങ്ങുകയും ചെയ്യില്ല. വലം തകുനിൽ അറബു തൻഫിറു മിൻ ഷൈഇൻ നഫറതഹാ മിൻഹു, അറബികളായിരുന്നില്ല എന്തിനെ തൊട്ടെങ്കിലും ഓടുന്നുണ്ടെങ്കിൽ. അറബികൾ ഓട്ടം മിൻഹു എന്ന ഷൈ ബറസിനെ തൊട്ട് ഓടുന്നത് പോലെ വേറെ ഒന്നിനെ തൊട്ട് ഓടൂല. എന്നിട്ടോ വഇന്നമാ ഖസ്സഹുമാ ബിദ്ദിക്രി, ഏതെല്ലാന്ന്? അക്മഹ് അബറസ് അല്ല, ഇനി എന്തെല്ലാം രോഗം ബാക്കിയുണ്ട്? അത് രണ്ടും പറഞ്ഞത് ലിഅന്നഹുമാ മിമ്മാ അഹ്യൽ അത്തിബ്ബ, ഡോക്ടർമാരാ മുട്ടുപൊത്തിച്ച രണ്ട് രോഗങ്ങളാണ്. അവർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. വക്കാനു, അതോടൊപ്പം അവരാരാണ്? ഫീ ഗായത്തുൽ ഹദാഖത്ത് ഫീ സമനി ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വൈദ്യശാസ്ത്രത്തിൽ വളരെ നൈപുണ്യം നേടിയ കാലവുമായിരുന്നു. അവർ പോലും പരാജയപ്പെട്ടു. റവിയ അന്നഹു അബ്റഅ ഫീ യൗമിൻ വാഹിദിൻ, ഒരൊറ്റ ദിവസം തന്നെ സുഖപ്പെടുത്തി കൊടുത്തു. 50,000 മിനൽ മർള, 50,000 രോഗികളെ ഒരൊറ്റ ദിവസത്തിൽ. മൻ അതാക മിൻഹും അതാഹു, മൂപ്പറിലേക്ക് എത്താൻ കഴിയുന്നവർക്ക് എത്താം. വമൻ ലം യുതിഖ് അതാഹു ഈസാ അലൈഹിസ്സലാം, കഴിയാത്ത ആൾക്ക് ഈസാ അലൈഹിസ്സലാം അങ്ങോട്ട് പോകും. എന്താ ചികിത്സ? വക്കാന യുദാബിഹിം ബിദ്ദുആഇ വഹദഹു, ഒരൊറ്റ ദ്വാരക്കലാണ്, വേറെ മരുന്നൊന്നുമില്ല. അലാ ഷർത്തിൽ ഈമാൻ, പക്ഷേ മാറിയ മോമിനായിക്കൊള്ളുന്നു, ഈമാൻ ഷർത്താക്കി. ഇനി അടുത്ത മുഅ്ജിസാത്ത് പറയുന്നു, സുമ്മക്കാല ഈസാ അലൈഹിസ്സലാം വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാ, അത് എല്ലാത്തിനും പറഞ്ഞു. തലബു അൻ യുഹ്യിയൽ മൗത, മരിച്ചാളെ ഹയാത്താക്കാൻ വേണ്ടി അവർ തേടി.
ഫാഹിയ അർബാത്ത അൻഫുസിൻ 4 വ്യക്തികളെ ഹയാത്താക്കി കൊടുത്തിട്ടുണ്ട്. അതിലെ ചർച്ചേജകത്തിനെ ജീവൻ ഇടീച്ചോവർ എന്നല്ല പറഞ്ഞു. അപ്പോൾ അമ്പിയാക്കൾക്ക് മൗജൂദായി വന്നെന്താക്കുക, ഔലിയാക്കൾക്ക് കറാമത്തായിട്ടും വരാം. അല്ല ഉലമാ ഉമ്മത്തിക്ക് അമ്പിയായി ബനി ഇസ്രായീൽ എന്നല്ലേ. അപ്പോൾ അതിൽ തന്നെ ആ തസ്ബീഹിൽ തന്നെ എന്തുണ്ട്, അവർക്കുള്ള മൗജൂദാത്ത് ഇവർക്ക് കറാമത്തായി പ്രകടമാകും. മൊഹീൻ ശേഖ് റളിയല്ലാഹു അൻഹു ഹയാത്താക്കിന് അതിനും പറഞ്ഞു ഉലമാകുന്നല്ലോ. മൊഹീൻ ശേഖ് ഉലമാകാ തന്നെയാ. ഓ ശരി. അല്ല ചിലർ പണ്ട് ചോദിച്ചാൽ ഞാൻ സഹാബികൾ ഔലിയാക്കളോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും സുമ്മ ബുക്കുമനായിപ്പോയി സംശയം. വിലായത്തുൽ ഉലമയിലെ ഏറ്റവും ഉന്നത പദവിയിലേറെ സഹാബത്താണ്. ഒന്ന് അഹിയൽ ആസിറ. ആസിറ ആരാന്നറിയോ? വക്കാന സദീഖൻ ലഹു, മൂപ്പർ ഒരു കൂട്ടുകാരനായിരുന്നു. ഫർസലത്ത് ഉഖ്തുഹു ഇലാ ഈസ, അദ്ദേഹത്തിൻ്റെ ഉഖ്ത് ഈസാ അലൈഹിസ്സലാമെ അയച്ച് ഇന്ന അഖാക്കൽ ആസിറ യമൂത്ത്, നിങ്ങളെ സുഹൃത്ത് ആസിർ മരിക്കുന്നത്, അതുകൊണ്ട് ഫഅ്തിഹി, ഉടനെ വരണമെന്ന് പറഞ്ഞു. ഫകാന ബൈനഹു വബൈന മസ്ലത്ത് സലാസത്തെ അയ്യാം, 3 ദിവസത്തെ യാത്ര ദൂരമുണ്ട് രണ്ടാളുടെ ഇടയിൽ. അപ്പോൾ പെട്ടെന്ന് എത്തൂലല്ല. ഫഅതാഹു ഹുവ വഅസ്ഹാബുഹു, ഈസാ അലൈഹിസ്സലാമും അസ്ഹാബിമാരും അടുത്തേക്കെത്തി. ഫവജദുഹു ഖദ് മാത, പോയി നോക്കുമ്പോൾ മരിച്ചിട്ടുണ്ട്. മുൻപ് സലാസത്തെ അയ്യാമി, 3 ദിവസം മുമ്പേ മരിച്ചിട്ടുണ്ട്. ഫഖാല ലി ഉഖ്തിനോട് പറഞ്ഞു, ഇൻതലഖി ബിനാ ഇലാ ഖബരിഹി, നമുക്ക് ഖബറിന്റെ അടുക്കിലേക്ക് പോകാം. ഫൻതലഖത് മഅഹും ഇലാ ഖബരിഹി, ഖബർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോണല്ലോ. സഹോദരിയും വന്നു. ഫഖാല ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബസ് സമാവാതിസ് സബ്ഇ വൽ അർളീനസ് സബ്ഇ, 7 ആകാശങ്ങളുടെയും 7 ഭൂമിയുടെയും റബ്ബായ അല്ലാഹുവേ, ഇന്നക അർസൽതനി ഇലാ ബനി ഇസ്രായീൽ, ബനു ഇസ്രായീലിലേക്ക് റസൂലാക്കി അയച്ചിട്ടുണ്ടെന്നെ. അദ്ഉഹും ഇലാ ദീനിക്, നിന്റെ ദീനിലേക്ക് ഞാൻ അവരെ ക്ഷണിക്കുകയാണ്. വഖുബിർഹും അന്നി ഉഹയ്യിൽ മൗത, മരിച്ചാളെ ഹയാത്താക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതോടെ നടക്കണ്ടേ. അതുകൊണ്ട് ഫഅഹ്യിൽ ആസിർ, ആസിറിനെ ഹയാത്താക്കി താൻ. ഫഖാമൽ ആസിർ, അവിടുന്ന് എണീറ്റ് ഫഖറജ മിൻ ഖബരിഹി, ഖബറിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ അവരൊക്കെ എത്രയുണ്ട്. മുഹമ്മദ് തങ്ങളിപ്പാൻ്റെ ഒരു മോളുണ്ടായിരുന്നില്ല, മോളാ ഭാര്യ, എന്നിട്ട് മരിച്ച്. നീ ഇപ്പോഴേ മരിക്കാനായിട്ടില്ല എന്നിട്ട് മരിച്ചാളെ ഏട്ടാകെ താഴത്തേക്ക് നോക്കുമ്പോൾ ശരീരത്തും വേർപ്പ് മുടക്കുമ്പോൾ മരിച്ചാൾ മുടക്കുമ്പോഴോ ഇതിലെന്താക്കി പനനീര് വെള്ളത്തിൽ കുളിപ്പിക്കാൻ പറഞ്ഞു. അതിൽ നിന്ന് ആരുണ്ടായി, മോനുണ്ടായ പൂക്കോയത്തങ്ങൾ. അങ്ങനെ ആ പൂവിൻ്റെ മണം ഏറ്റുന്നതുകൊണ്ടാണ് പൂക്കോയ എന്ന് മകനിക്ക് പേര് വന്നത്. ഫസൽ പൂക്കോയത്തങ്ങൾ എന്താണ് ഈശാൻവിക്കാവുമെങ്കിൽ മമത തങ്ങൾക്കാവുന്ന എന്താ ഇവിടെ മുടക്കുള്ളത്? അള്ളാഹ് അല്ലയിട്ടുണ്ട്, അവിടെ നുബുവത്തുണ്ട്, ഇവിടെ റിസാലത്തുണ്ട്, അല്ല മറ്റേ വിലായത്തുണ്ട്. വേറെ എന്തുള്ള മനുഷ്യനാണ്, രണ്ടാളും മനുഷ്യനാണ്. ബീദിനില്ലായി 2 സ്ഥലത്തും ഉണ്ട്. പിന്നെ എവിടെ ഇപ്പം മുടക്കോ? ഇനി വാഹിയ, അപ്പോൾ ഒരാളായി വാഹിയ ഇബ്നു അജൂസ് മർറ ബിഹി മയ്യിതൻ അലാ ഈസ, മുർറ ബിഹി, ഈ ഇബ്നു അജൂസ് ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ പോവുകയാണ് മയ്യത്തായിക്കൊണ്ട് ഈസാ അലൈഹിസ്സലാമിൻ്റെ അടുത്തേ കൂടി അലാ ശരീരിൻ യുഹമൽ, ഒരു കട്ടിൽ. ഫദഅ ഈസാ അലൈഹിസ്സലാം വിളിച്ച് ഫജലസ അലാ ശരീരിഹി വനസല അലാ അഅനാഖി റിജാലി വലബിസ സിയാബഹു വറജഅ ഇലാ അഹ്ലിഹി ഫബഖിയ, പിന്നെ വവുലിദ ലഹു, ബാക്കിയായും ചെയ്ത്. അതാ കട്ടും എണീച്ചത്. പിന്നെ എന്താക്കി, ചുമലിലേക്ക് താഴേക്ക് ഇറങ്ങി. അങ്ങനെ കുറേ കാലം ജീവിച്ചു. അതിൽ മക്കളും ഉണ്ടായിട്ടുണ്ട്, 2ആയി. വാഹിയ ഇബ്നത്തൽ ആഷിർ, ആഷിറാണ് അല്ലദി യഖുദുൽ നുഷൂർ, ജനങ്ങളെ വെക്കുന്നത് 10-1 ടാക്സ് പിടിക്കുന്ന ഒരാളാണ് അയാൾ. അനിയാണ് ആഷിർ. അദ്ദേഹത്തിൻ്റെ മകനായത്, മകളല്ലേ ഇബ്നത്ത്. ഖീല ലഹു, അവനോട് അഹ്യിഹ എന്ന് പറഞ്ഞു. ആരോട്? ഈസാ അലൈഹി സ്വലാമിനോട് ജനങ്ങൾ പറഞ്ഞ് അഹ്യിഹ വഖദ് മാതത്ത് അംസി, ഇന്നലെയാണ് മരിച്ചത്.
فدعا الله سبحانه وتعالى فعاشت وبقيت وولد لها. അവർ ജീവിക്കുകയും ചെയ്തു, കുറേ കാലം ബാക്കിയായി, അവർക്ക് മക്കളുണ്ടായി. അപ്പോൾ എത്രണ്ണം? മൂന്നല്ല കഴിഞ്ഞ്. ബൽ വഹിയ സാമ ബിൻ നൂഹിൻ, അത് പിന്നെ എത്രയോ കാലം പഴക്കം വന്നു. സാമ് നൂഹ് അലൈഹി സ്വലാം നേരെ മോനല്ല, ഹാമ് സാമൊക്കെ സാമിനെ മയത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ 4 ആണ്. ഇനി അടുത്തൊരു മുഅ്ജിസത്ത് പറയുന്നു, വഉനബ്ബിഉകും ബിമാ തഅകുലൂൻ, നിങ്ങൾ ഭക്ഷിക്കുന്ന വസ്തുക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരും. മിൻ അൻവാഇൽ മആകിൽ, തിന്നുന്ന അൻവാ എന്തൊക്കെയുണ്ടോ അതൊക്കെ. അത് വെച്ചൊരു തട്ടിപ്പാക്കുന്ന ആളുമുണ്ട്. തളിപ്പറമ്പിലുണ്ടായിരുന്നൊരു ഹോജ. അപ്പം ഈ നാട്ടും പുറങ്ങളിൽ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ വന്നു പറഞ്ഞിട്ട് മുപ്പറ് വാങ്ങലാണ്. ഈ ഉള്ളും പ്രദേശങ്ങളാണ്. അതെന്താ സ്കൂളിൽ പോകുന്ന പിള്ളേർന്നിട്ട് എന്തെല്ലാം വെറുക്കിയ വിഷയം. അന്നെന്താ തുണി ഇന്ന് പൂളക്കിഴങ്ങും മത്തി വെറ്റിച്ചത് അത് ഇതെല്ലാം പിള്ളേരെല്ലാം പറഞ്ഞു കൊടുക്കും. പിന്നെ എന്താ രാത്രി എന്തെങ്കിലും സംഭവം ഉണ്ടായിനാ, അച്ഛൻ കള്ളും കുടിച്ച് വന്നിട്ട് അമ്മനെ തച്ച് അമ്മ കരുന്നി ഇതെല്ലാം കൂടെ പറഞ്ഞു. അയാളെ വെച്ചേ കുറേ കഴിഞ്ഞിട്ട് ഇവരെ സാധനം കൊണ്ട് വരുന്നുണ്ടാവും. ബാബാ സാധനം വെക്ക്, മത്തിയും പൊളി നിന്നിട്ടാ പിള്ളേർ സ്കൂളിലേക്ക് നോക്ക്. കണ്ടോ കോജപ്പം എന്തൊരു കറാമത്ത്. ഭയങ്കരം. പിന്നെ പെണ്ണുങ്ങൾ അങ്ങനെ തല്ലൊന്നും ചെയ്യല്ലേ, അവള് പാവയല്ലേ. അപ്പം ഇന്നലെ തച്ചത് ഇയാളെ അറിഞ്ഞു തന്നു. അപ്പം ആജാപ്പളോടെ എല്ലാവരും നോക്കി കച്ചവടം ചെയ്യും. പക്ഷെ ആ ഇനത്തിൽപ്പെട്ടല്ല ഇത്. പിന്നെ വമാ തദ്ഖിറൂന വമാ തുഖബ്ബിഊന ലിൽ ഗദി, നാളെയൊക്കെ എന്തെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കലല്ലേ, അന്നത്തെ ഫ്രിഡ്ജുണ്ടാവും. അതുള്ളതും പറയും. ഫീ ബുയൂത്തിക്കും ഫകാന യുഖ്ബിറു റജുല ബിമാ അകല ഖബിലു വബിമാ യഅകുലു ബഅദു, മുമ്പെന്ത് തിന്ന് ഇനി എന്താ തിന്നാൻ പോകുന്നത് അത് പറഞ്ഞു കൊടുക്കും. വയുഖ്ബിറു സബിയാന വഹുവ ഫിൽ മക്തബി ബിമാ യസ്നഉ അഹ്ലുഹും, പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും, അഹ്ലുകാർ നിങ്ങൾക്ക് ഇന്ന കുഴലാക്കി വെക്കുന്നുണ്ട് എന്ന്. വബിമാ യഅകുലൂന വയുഖബ്ബിഊന ലഹും, അവർക്ക് വേണ്ടി ഒളിപ്പിച്ച് വെച്ചെല്ലാം. വകാന സബിയു യന്തലഖു ഇലാ അഹ്ലിഹി, കുട്ടി എന്താക്കും പൊരയിലേക്ക് വിട്ട് വയബക്കി കരയും. എന്താ ഹത്താ യുവത്തുമാ ഇന്നത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് തരാണ്ട് വിടൂല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ വന്നിട്ട് കരയും. സുമ്മ ഖാലൂ ലിസബിയാനിഹിം, അപ്പം കുട്ടികളോട് ഇവർ പറയും, ലാ തൽഅബു മഅ ഹാദാ സാഹിർ, ആ സാഹിറിനോടൊപ്പം കളിക്കണ്ട കേട്ടോ. ഈസാ അലൈഹി ഇസ്ലാമിനെ പറ്റി കുട്ടികളോട് കൊണ്ടുവെക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. ഇന്ന ഫീ ദാലിക അദിലി ഇതിലി മാ ദുകിറ മിനൽ ഖവാരിഖി വൽ ഉമൂരിൽ ഇമാം, ഖാരിഖുൽ ആദത്തും മുമ്പത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ, അത് കണ്ടില്ല. ആയതൻ എന്ന് പറഞ്ഞാൽ അവിടെ തൻവീനത, ആ തൻവീന് അളമത്തിൻ്റെ തൻവീനാണ്. അദീമത്തൻ ലക്കും ദലാലത്തൻ അലാ സിഹത്തി റിസാലത്തി, എൻ്റെ റിസാലത്ത് സഹീഹാണ് എന്നറിയിക്കുന്ന ആയത്തുണ്ട്. എങ്ങനെ? ദലാലത്തൻ വാദിഹത്തൻ, വളരെ വ്യക്തമായ ദലാലത്ത്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ. എന്തുകൊണ്ട്? ഇൻ തഫഅതും ബിഹാ, ഈ ദലാലത്ത് കൊണ്ട് അല്ലെങ്കിൽ ഈ ആയാത്ത് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരത്തിനെത്തും. അപ്പം ഇൻ കുൻതും മുഅ്മിനീൻ എന്നുള്ള ആ ഷർത്തിൻ്റെ ജവാബ് അവിടെ സങ്കല്പിച്ചു കൊടുത്തു. ഇനി അടുത്തത് ഈസാ നബിയുടെ മദ്ഹ് തീർന്നിട്ടില്ല. വമുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, ഞാൻ തസ്ദീഖാക്കുന്ന ആളായിട്ട് വന്നിട്ടുണ്ട്. ഖദ് ജിഅ്തുകും മുതറബ്ബിസൻ ബിആയത്തിൻ, ആയത്ത് നേരത്തെ പറഞ്ഞില്ലേ, അതാ മുസദ്ദിഖൻ, മുസദ്ദിഖായിക്കൊണ്ടും. എന്തിന്? ലിമാ ബൈന യദയ്യ, എൻ്റെ മുമ്പിലുള്ളൊരു കിതാബ്, മാ തഖദ്ദമനി മിന തൗറാ, മുമ്പിറക്കിയ കിതാബ് ഏതാണ്? തൗറാത്തല്ല, തൗറാത്തിനാൽ. ഐ മുവാഫിഖൻ അലാ മാ കാന ഖബിലി, എൻ്റെ മുമ്പ് കഴിഞ്ഞു പോയ തൗറാത്ത് എന്താണോ അതിനോട് മുവാഫിഖായിക്കൊണ്ടാണ്. ഇനി ഞാൻ വന്ന ചില അഹ്കാമുകൾ നടപ്പിലാക്കുമെന്നാണ് പറയുന്നു. ഇത് വജിഅ്തുകും ലിഉഹില്ല ലക്കും ബഅദല്ലദീ ഹുല്ലിമ അലൈക്കും, നിങ്ങളുടെ മേലിൽ അല്ലാഹു തആല ഹറാമാക്കിയ ചില കാര്യങ്ങൾ എന്താക്കും, ഞാൻ ഹലാലാക്കി തരും. അതായത് അവർക്ക് കുരുത്തക്കേട് കാട്ടിയോണ്ട് എന്താ തയ്യിബാത്ത് ഹറാമാക്കിയിരുന്നു.
ഷറഅ മുഖേന വബിളുൽമിൻ മിനല്ലദീന ആദു ഹറംനാ തയ്യിബാത്തിൻ ഉഹില്ലത് ലഹും. അതാണ് പറഞ്ഞില്ലേ, അതാണ് വരിമാലിക്കും ഫീ ശരീഅത്തി മൂസ അലൈഹിസ്സലാമിൻ്റെ ശരീഅത്തിൽ അല്ലാഹു തആല ഹറാമാക്കിയത്. അതതിൻ്റെ ദാത്തിൻ്റെ വേണ്ടിയല്ല, കുരുത്തക്കേട് ബാക്കിയുള്ള ശിക്ഷയാണ്. മിൻ ലഹൂമി സമക്കി വലഹൂമിൽ ലിബിലി വശുഹൂമി വലഹമി കുല്ലി ദീ ളുഫുർ. എന്തെല്ലാന്ന്? ഒന്ന് സമക്ക് തിന്നാൻ പാടില്ല, മത്സ്യം. ഇബിലിൻ്റെ ലഹമ്, അതുപോലെ ഷഹമ് തടി നെയ്യില്ലേ, പിന്നെ ലഹമു കുല്ലി ദീ ളുഫുർ നഖമുള്ള ഏത് സാധനത്തിൻ്റെ ലഹമും. ഇങ്ങനെ പലതും വിരോധിച്ച്. അത് ഫീ നഫ്സിൽ ഇതൊക്കെ തയ്യിബാത്താണ്. വന്ന് ഇനി മറ്റൊന്ന് വജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും ബിബുർഹാനിൻ ബയ്യിനിൻ ഷാഹിദിൻ അലാ സിഹ്ഹത്തി റിസാലതി. എൻ്റെ റിസാലത്ത് സഹീഹാണ് എന്നതിൻ്റെ മേൽ ഷാഹിദായിക്കൊണ്ടുള്ള ബുർഹാനും കൊണ്ടും ഞാൻ നിങ്ങളിലേക്ക് വരും. അപ്പം നിയമം നടപ്പിലാക്കി. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? ഫത്തഖുല്ലാഹ വഅതീഊനി. അപ്പം നീൻ്റെ മുത്തക്കല്ലിമിൻ്റെ ഞാൻ കളഞ്ഞു. അപ്പോൾ വഖഫ് എങ്ങനെ വരിക? അതീഊൻ. ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. എന്തിന്? ഫീ അദമി ഖബൂലിഹ, ഖബൂലാക്കാൻ എടുക്കുന്നില്ല. വമുഖാലഫത്തി മദ്ലൂലിഹ. ഈ ആയത്തിൻ്റെ എല്ലാം മദ്ലൂൽ എന്താണ്? അല്ലാഹു തആല ഇവരെ റസൂലാക്കി അയച്ചിട്ടുണ്ട്, ഇവർ റസൂലുള്ളയാണ് എന്നുള്ളതല്ല അതിൻ്റെ മദ്ലൂൽ. ദലാലത്ത്, ദാല്, ദലാലത്ത്, മദ്ലൂൽ. അത് മനസ്സിലായിട്ടില്ല? ഈ ദാല് എന്ന് പറഞ്ഞാൽ അറിയിക്കുന്ന സാധനം, ആയാത്തുകൾ, അതെന്തും മേലെ അറിയിക്കുമ്പോൾ അതാണ് മദ്ലൂല്. ഈ ദാലും മദ്ലൂലും തമ്മിലുള്ള ബന്ധമാണ് ദലാലത്ത്. ഇപ്പം ഹയ്യ അലസ്സലാ എന്ന് 12:30 മണിക്ക് വിളിച്ചാൽ എന്താണ്? ഏതാ ദാല്? ആ അൽഫാദിൻ്റെ ആ സൗത്താണ് ദാല്. മദ്ലൂൽ ഏതാ? നിസ്കാരത്തിന് ദുഹൂലുൽ വഖ്തിൽ ളുഹർ, അല്ലേ? ഇത് തമ്മിലുള്ള ബന്ധം അതാ. ആ ബന്ധം ഒരു വള ചെയ്ത കാരണത്താൽ അസമയത്ത് വിളിച്ചാൽ നിസ്കാരത്തിൻ്റെ വഖത്താണ് എന്നാണ്. ആ സമയത്ത് വിളിച്ചാൽ അങ്ങനെ വെച്ചിട്ടില്ല. ഇപ്പം 10 മണിക്ക് വിളിച്ചാൽ ആരും പോവില്ല. എന്തുകൊണ്ട്? അങ്ങനെ കണക്കായിട്ട് വെച്ചിട്ടില്ല. മദ്ലൂൽ മനസ്സിലായില്ലേ? ഇനി വഅതീഊനി, നിങ്ങൾ എനിക്ക് വഴിപ്പെടണം. ഫീമാ ആമുറുക്കും ബിഹി വഅൻഹാകും അൻഹു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വിഷയത്തിലും വഴിപ്പെടണം, ഞാൻ നിങ്ങളെ വിരോധിക്കുന്ന വിഷയത്തിലും വഴിപ്പെടണം. അത് എങ്ങനെ കൽപ്പിക്കുക? ആമുറുക്കും അൻഹാകും ബി അംരില്ലാഹി തആല, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അമ്രായാലും നഹിയായാലും, അല്ലേ? ഇനി വതിൽക്കൽ ആയത്തു, ആ ബയ്യിനത്തും ബുർഹാനും എന്ന് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ആ ആയത്തിൻ മിർ റബ്ബിക്കും, അതെന്താ സാധനം? അത് ഖൗലുഹു ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു എന്ന തത്വം. ഒട്ടാകടുത്തേക്ക് എത്തി. എൻ്റെ റബ്ബും അള്ളാഹുവാണ്, നിങ്ങളുടെ റബ്ബും അള്ളാഹുവാണ്, അതുകൊണ്ട് അവനെ ആരാധിക്കണം. വലാ തഅസൂഹു ബിശ്ശിർക്ക്, ശിർക്ക് മുഖേന അവനിക്ക് കുരുത്തക്കേട് കാട്ടാൻ പാടില്ല. അപ്പോൾ ഫഅബ്ദൂഹുവിൻ്റെ അമ്രിൻ്റെ തെർപ്പ് പറഞ്ഞാൽ എൻ്റെ നെഹീൻ്റെ തെർപ്പ് അപ്പുറപ്പെടുത്തി വെച്ചാൽ വലാ തഅസൂഹു. അമ്രും നെഹിയും രണ്ടില്ലേ? ഇതാണ് ഒട്ടാക തത്വസംഹിത. ഇനിയോ ഹാദാ സിറാത്തും മുസ്തഖീം അൽ ഈമാനു ബില്ലാഹി വറസൂലിഹി വത്വാഅ. 3 കാര്യം: അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കലും റസൂലിനെ കൊണ്ട് വിശ്വസിക്കലും വഴിപ്പെടലും. ഇതൊക്കെയാണ് സിറാത്തും മുസ്തഖീം എന്ന് പറയുന്ന സാധനം. ഐ തരീഖുൻ സബിയ്യുൻ യുഅദ്ദി സാഹിബഹു ഇലൽ ജന്ന. വളവില്ലാത്ത, തിരിവില്ലാത്ത, കുണ്ടില്ലാത്ത, കൊയ്യില്ലാത്ത, ചോർക്കണ വാഗപ്പുറം റോഡ് പോലെ അല്ലാത്ത സ്വർഗത്തിലേക്ക് എന്താക്കും നല്ല റോഡായിരിക്കും അത്. സാഹിബഹു ഇലൽ ജന്ന, ജന്നയിലേക്കാണ് എത്തിക്കുക. മറ്റേ കൂടി പോയി എയർപോർട്ടിലേക്ക് എത്തൂ. പക്ഷെ അത്ര പത്രാസിൽ പോണ്ട, നിങ്ങൾ പൈസ ഉണ്ടാക്കാനല്ല പോകുന്നത്. അത്ര അങ്ങനൊന്നും പോണ്ട. ഏതായാലും ഇവിടെ വന്നല്ലോ, ഈസാ അലൈഹി ഇസ്ലാം വന്ന്. فلما أحس عيسى منهم الكفر قال من أنصاري إلى الله. ഫലമ്മ അഹസ്സ, അനുഭവപ്പെട്ടപ്പോൾ. ഹിസ്റ്റുണ്ട്. ഈ ഫ എന്ന് പറയുന്നത് എന്താ സാധനം? ആ ഫാ എന്തിനാണ്? ഫാക്ക് ഓരോരോ മഹല്ലുണ്ട്. ഇന്ന സ്ഥലത്ത് ഫാ ഉപയോഗിക്കണം എന്ന നിയമമുണ്ട്. അവിടെ ആ മൗലീദിൽ എന്താ കണ്ട ഫാക്ക് സ്ഥാനമില്ലാന്നുണ്ട് തിരുത്തിയത്.
ഫസീഹത്താണ്. ഫസീഹത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ വന്നിട്ട് ഇവിടെ എന്ത് പിന്നെ അങ്ങോട്ട് സംഭവം എന്തുണ്ടായി എന്നൊരു ചോദ്യം ഉണ്ടാവും, ഒരു ആകാംക്ഷ. ഈസാ അലൈഹിസ്സലാം ഇങ്ങനെയൊക്കെ വന്നിട്ട് എന്തെല്ലാം ആയിക്കയും മൊജിസാത്തും കാണിച്ച് വ്യക്തമായ തെളിവും കിട്ടിയപ്പോൾ ഇനി നാട്ടുകാരുടെ അവസ്ഥ എന്താണ് എന്നറിയാനുള്ള കൗതുകം, ഒരാകാംക്ഷയുണ്ട്. അതാണ് ആ ചോദ്യത്തിന് മറുപടിയാണ് നോക്കണ്ടേ. ഫലമ്മ അതാ തുഫ്സിഹു അൻ തഹഖുഖി ജമീഇ മാ ഖാലത്തുൽ മലായികതു വഖുറൂജിഹി മിനൽ ഖുവ്വതി ഇലൽ ഫിഅലി. മലായികത്ത് വിവരം കൊടുത്തില്ലേ, ഈസാ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പാണ് കൊടുക്കുന്നത്. ആ മലായികത്ത് പറഞ്ഞ മുഴുവനും ഇതെല്ലാം നടപ്പിലാക്കി. അതുപോലെ മിനൽ ഖുവ്വത്തി ഇലൽ ഫീലി, ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ല സജ്ജമായിട്ട് ഒരു കാര്യത്തിനുള്ളതിനെ ഖുവ്വത്ത് എന്ന് പറയും. ഇത് ശക്തികത്തല്ല, ബിൽഖുവ. ഇതൊരു മൊബൈലാന്ന് വിചാരിച്ചാൽ ഇപ്പം ശാന്തമായി കിടക്കുകയാണ്, ഒന്നും അതിൽ കാണൂല. പക്ഷെ നിങ്ങൾക്ക് എന്താ പരിപാടികളെല്ലാം ബിൽഖുവ അതിനകത്തുണ്ട്. അതെ, ഇനി അതിനെന്താക്കണോ, ഏതാണ് തൊടൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ബിൽ ഖുവ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ബിൽഫയിലേക്ക് പുറത്തു പോകും. അപ്പോൾ മലായിക്കത്ത് പറയുമ്പോൾ ബിൽഖുവയിലുണ്ടായിന്, അതെന്താക്കി ഫീലിലേക്ക് പുറത്തു വന്നു. ഇതിനാണ്ട് ശക്തിയില്ലെന്ന് പ്രവർത്തനത്തിലേക്ക് നടത്താൻ പറ്റക്കല്ലേ. അതെ, കാന്നഹു ഖീല, അപ്പോൾ എന്താണ്, ഫഹമലതുഹു ഫവലദതുഹു ഫകാന കൈത വകൈത വഖാല ദൈത വദൈത. അതായത് ഗർഭം ചുമന്നു, പ്രസവിച്ചു, പിന്നെ അത് ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നിട്ട് ജനങ്ങൾ ആക്ഷേപിച്ചതും, പിന്നീട് നീയൊന്നും മറുപടി പറയണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞിനെ കൊള്ള ചൂണ്ടിക്കോ, കൊട്ടി മറുപടി പറയും. സൂറത്ത് മറിയമ്മിലുണ്ടല്ലോ, അത് നീട്ടി സംസാരിച്ച്. പിന്നെ അവിടെ നിന്നെന്തായി, വക്കാല ദൈത്ത വദൈത്ത എന്ന് വെച്ചാൽ ഇന്ന സംഘങ്ങളൊക്കെ. അത് ഫുലാൻ എന്ന് പറയും പോലെയാണ്. ഫുലാൻ എന്നുള്ളത് നിശ്ചയിക്കപ്പെട്ട പേരല്ല. ومما قضاه الله تعالى وقدر أن خطب فلان بن فلان فلانة بنت فلانا جمع الله بينهما. നിക്കാഹിൻ്റെ കുത്തുബയെന്ന് എപ്പോൾ മുത്തുത്തങ്ങൾ ഇപ്പറുണ്ട്, MT ഉസ്താദ് അപ്പറുണ്ട്, ഒരു പാവപ്പെട്ട ഒരു ഹാദിം ഇപ്പറും ഉണ്ട്. അപ്പോൾ അയാളൊരു ചെക്കനെ ഖത്തീബാക്കി പോയതാണ്. ഇവരൊന്നും വില വെക്കേണ്ടെന്നാക്കി ഞാനല്ല ഹത്തീബ് എന്നിട്ടാണ് തുടങ്ങിയത്. എന്നാൽ പിന്നെ ഓരോട് നടത്തിക്കൊന്ന് പറഞ്ഞൂടെ, ഇങ്ങനെ പഠിപ്പിച്ച ഉസ്താദിൽ അപ്പുറം ഇരിക്കുന്നു. എല്ലാവരും ചിരിച്ചിട്ട് MT സാർ സ്വകാര്യം പറഞ്ഞ് കാര്യമായ കുത്തുബയെന്ന് ആരും മറന്നു പോകരുത്, ബിമാരി കഥാവക്കതയെന്ന്. അപ്പോൾ കെയ്ത്ത വക്കൈത്ത എന്ന് പറഞ്ഞാൽ ഇന്ന സംഭവങ്ങൾ എന്ന അർത്ഥത്തിനാണ്. അങ്ങനെ അഹസ്സ ഈസാ അലൈഹിസ്സലാമിന് അനുഭവിച്ചു. എന്താണ് അഹസ്സ മിനൽ ഇഹ്സാസ്, അതിന്റെ മസ്തർ എന്താണ്, ഇഹ്സാസ്. വഹുവ വിജ്ദാനു ശൈബിൽ ഹാസത്തി, ഹാസത്ത് കൊണ്ടതിന് എത്തിക്കല്. പഞ്ചേന്ദ്രിയങ്ങൾക്കെല്ലാം ഹാസത്ത് എന്ന് പറയുന്നത്. അപ്പൊ നല്ലപോലെ അനുഭവിച്ച്. കാന്നഹുക്കല ഫലമ്മ അലിമ എന്ന് പറഞ്ഞ സ്ഥാനത്താണ്. മിൻഹും ജനങ്ങളിൽ നിന്ന് കുഫറിനെ, എന്നുവെച്ചാൽ ഇൽമൻ ലാ ശുബ്ഹത ഫീഹി, കുഫർ തന്നെയാണ്, ഇനി സംശയിക്കാനില്ല എന്നൊരറിവാണ്. അപ്പോൾ മിമ്മ യുദ്റകു ബിൽ ഹവാസി, ഹവാസ് കൊണ്ട് ഇദ്റാക്ക് ചെയ്യുന്ന കൂട്ടത്തിലായി. വഅറാദു ഖത്ലഹു, മാത്രമല്ല അവരെ കൊല്ലാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുകയും ചെയ്തു ഈസാ അലൈഹിസ്സലാമിനെ. വഅലിമ അന്നഹും ലാ യസ്ദാദൂന അലാ റുഅയത്തിൽ ആയാതി, ആയാത്തുകളെ കണ്ടുകൊണ്ട് അവർ കയറൂല. ഇല്ലൽ ഇസ്റാറു അലൽ ജുഹൂദ്, അവരുടെ നിഷേധത്തിൻ്റെ മേലെ ഉറച്ചിരിക്കുക എന്നല്ലാതെ വേറൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കാല, അപ്പം മൂപ്പർ പറഞ്ഞ് ആരോട്, ലിഖുല്ലസി അത്ബാഇഹി, അത്ബായിങ്ങളിൽ നിന്ന് ഖാലിസായ മുഖ്ലിസീങ്ങളായ ആളുണ്ടല്ലോ അവരോടാ പറയുന്നത്. എന്നെ മുസ്തൻസിറൻ അലൽ കുഫാർ, കുഫാറിനെതിരെ സഹായം തേടിക്കൊണ്ട്. അപ്പം ആ സഹായം തേട്ടെന്നല്ല അള്ളാഹ് നമ്മെ തവക്കുലാക്കുന്നതിനോ അള്ളാഹിനോട് സഹായത്തിനൊന്നും എതിരല്ല. അങ്ങനെ ആവെങ്കിൽ ഇന്ന് പറയുന്ന കൂട്ടർ പറയും പോലെയാണ് ഈസാ അലൈഹിസ്സലാം മുശ്രിക്കായിട്ടുണ്ടാവണം ഇവരുടെ വാദപ്രകാരം. മൻ അൻസാരി എന്ന് ചോദിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുണ്ട് കേട്ടോ. ഖുർആനിൽ തന്നെ ഇല്ലേ, ഹസ്ബുക്കല്ലാഹു മനിത്തബഅക മിനൽ മുഅ്മിനീൻ, ഹസ്ബുക്കല്ലാഹു വമനിത്തബഅക മിനൽ മുഅ്മിനീൻ.
വയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ പറഞ്ഞത്? ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി. അവിടെ പോരെ വബിൽ മുഅ്മിനീന. സഹാബത്തിന് എന്തിനാ കൂട്ടീനി? അപ്പോൾ സഹാബത്തിൻ്റെ പക്കന്ന് കിട്ടുന്ന ഈ ഹിസ്സിയായ സഹായം അള്ളാഹിൻ്റെ തയ്യിദിൽപ്പെട്ട് തന്നെയാണ്, അല്ലാണ്ട് അള്ളാഹ് വേറെ വ്യക്തല്ല. അത് തൗഹീദിൻ്റെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് വെറുതെ ഇങ്ങനെ കളം വെച്ച് കൂവാന്നല്ലാണ്ട് വേറൊന്നും നിർത്തിയില്ല, ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം മൻ അൻസാരി എന്നാ ചോദിച്ചത്. അതുപോലെ ആരാന്ന് ദുൽഖർനൈനി റളിയല്ലാഹു അൻഹു ഇത് കെട്ടാൻ മതിൽ കെട്ടാൻ വേണ്ടി ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും വേണ്ട, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളെ ദേഹബലം കൊണ്ടൊന്ന് നിന്നെ സഹായിക്കണം. സാധനം പിടിക്കാനും പൊക്കാനൊക്കെ എടുത്തു വെക്കാനൊക്കെ സിമെൻറ്റ് വെക്കാനൊക്കെ ആൾ വേണ്ടേ? പൈസ ഒന്നും വേണ്ട, അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ ഓരോ മുസ്ലിം കൈപ്പ് ചെയ്തത്. അപ്പം ഇലല്ലാഹിൻ്റെ വേന എന്താണെന്നാണ് കാല മൻ അൻസാരി എന്ന് ആരോട് ചോദിച്ചില്ലേ? ഇലല്ലാഹി എന്നുവെച്ചാൽ മൻ അൻസാരി എന്ന് പറഞ്ഞത് മുത്തവജ്ജഹൻ ഇലല്ലാ, അള്ളാഹിനെ കൊള്ള തവജ്ജുഹ് ചെയ്തിട്ട് ഞാൻ ചോദിച്ചിട്ട് അള്ളാഹിനെ ഒഴിവാക്കി ചോദിച്ചിട്ടില്ല. പടച്ചോനെ മാറ്റണേ എന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് കുടിക്കുന്നത്. മരുന്ന് കുടിക്കുമ്പോൾ എന്താക്കി? പടച്ചോനെ മാറ്റണേ എന്ന് പറഞ്ഞു തവജ്ജുഹ് എടുത്തേക്കാന്ന് അള്ളാഹുവിലേക്ക്. അതാ വമൻ അവാനി അലാ ഇഖാമത്തിദ്ദീൻ, അതാണ് മൻ അൻസാരി. ദീനിനെ നിലനിർത്തുന്ന വിഷയത്തിൽ എന്നെ സഹായിക്കുന്നവർ ആരുണ്ട്? ഖാലൽ ഹവാരിയൂൻ, ഹവാരിയാക്കൾ പറഞ്ഞു. ഹവാരിയാക്കൾ ജംഉ ഹവാരി ഐ സഫ്വതുഹു വഖാസതുഹു, അവരുടെ നല്ല കടഞ്ഞെടുത്ത കലർപ്പില്ലാത്ത ആത്മാർത്ഥമായ സുഹൃത്തുക്കളുണ്ടല്ലോ. വഹും നിസ്ന അശറ, അത് 12 ആളുണ്ടായിരുന്നു. ബാലുഹും മിൻ അബ്നാഇൽ മുലൂക്ക്, രാജാക്കന്മാരുടെ മക്കളിൽപ്പെട്ടവരുണ്ട്. വബാലുഹും മിൻ സയ്യാദി സമക്, മീനെ പിടിക്കാൻ പോകുന്ന കുറച്ചാളുണ്ട്. വബാലുഹും മിനൽ ഖസാരി, കുറച്ചാൾ അലക്കുകാറുണ്ട്, ഖസാറ്. വബാലുഹും മിന സബ്ബാഗീൻ, ഈ പെയിൻ്റ് അടിക്കുന്ന കൂട്ടരുണ്ടല്ലോ, അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അവൽ കൊല്ലു സ്വമ്മൂം ബിൽ ഹവാരിയൻ, എല്ലാവർക്കും ഹവാരിയങ്ങൾ. അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് ഇടനോട്ടയില്ല. അവരുടെ മാനസികമായ കൂറാരോടാണെന്ന് പറഞ്ഞു. രാജാവിൻ്റെ മക്കളുടെ കൂട്ടത്തിലുണ്ട്, മീനെ പിടിക്കാൻ പോകുന്ന കൂട്ടറുണ്ട്, അലക്കുകാരുണ്ട്, പെയിൻ്റ് അടിക്കുന്ന കൂട്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. കാരണം ലിഅന്നഹും കാനൂ അൻസാറ ഈസാ അലൈഹിസ്സലാം വഅവാനഹു, അവരെല്ലാവരും ഈസാ അലൈഹിസ്സലാമിൻ്റെ അൻസാരിമാരും അവരെ സഹായികളുമായിരുന്നു. വൽ മുഖ്ലിസീന ഫീ മഹബ്ബത്തിഹി വ ത്വാഅത്തിഹി, മഹബ്ബത്തിൽ ഇഖ്ലാസുള്ളവരായിരുന്നു, ത്വാഅത്തിലും. അവരെന്താ പറഞ്ഞത്? നഹ്നു അൻസാറുല്ലാഹ്, നമ്മൾ അള്ളാഹുവിൻ്റെ അൻസാറാണ് എന്ന് പറഞ്ഞു. അപ്പം മൻ അൻസാരി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ അള്ളാഹ്ക്ക് അൻസാർ എന്നാ പറയുന്നത്. ഉത്തരം ചോദിച്ച ചോദ്യം എന്താ? മൻ അൻസാരി എന്നല്ലേ, എൻ്റെ അൻസാർ ആര്? ഉത്തരം എന്താ പറഞ്ഞത്? അൻസാറുല്ലാഹി അല്ലേ? ഐ അൻസാറു ദീനിഹി വ റസൂലിഹി. അപ്പം അള്ളാഹി എന്ന് പറഞ്ഞാൽ ഇലാഫത്തിന് വേനെന്താ? അള്ളാഹിൻ്റെ ദീനിൻ്റെയും ആ ദീൻ നടത്താൻ വേണ്ടി അയച്ച റസൂലിൻ്റെയും അൻസാരികളാണ് നമ്മളെന്നാണ്. ശരിയല്ല? ഇനി ആദ്യമായി ചെയ്യേണ്ട പണി എന്താന്ന്? ആമന്നാ ബില്ലാഹ്, നമ്മൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്. ഇസ്തിനാഫുൻ ജാരി മജ്റൽ ഇല്ലത്തി ലിമാ ഖബലഹു, അതിൻ്റെ മുമ്പുള്ളതിൻ്റെ ഇല്ലത്ത് പോലെയാണ്. എന്താ മുമ്പ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ ദീനിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഞങ്ങൾ സഹായിക്കുന്നവരാണ്. കാരണം നമ്മൾ ആദ്യമായി വിശ്വസിച്ചവരാണ്. ഇല്ലത്തില്ലേ? അവിടെ ഇല്ലത്തിൻ്റെ സ്ഥാനത്താണ് ആമന്നാ ബില്ലാഹി. കാരണം ഇല്ലത്തുമല്ല അറിയിക്കുന്ന ആദാത്തൊന്നും കൊടുത്തിട്ടില്ല. കാരണം ഫഇന്നൽ ഈമാന ബിഹി തആല മൂജിബുൻ ലിനുസ്റതി ദീനിഹി, ഇല്ലത്താകുന്നതിൻ്റെ ഇല്ലത്താണ്. ആമന്നാ ബില്ലാഹി ഇല്ലത്തായി എന്നതിൻ്റെ ഇല്ലത്ത് എന്താണ്? ഒരു കാരണം അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാന് അള്ളാഹിനെ ദീനിനെ സഹായിക്കുന്ന നിർബന്ധമാക്കി തീർക്കും, വെറും വെറുതെ ഇരിക്കൂല. അതുപോലെ വദ്ദബ്ബാൻ ഔലിയാഇഹി, ഔലിയായിനെ തൊട്ട് ആക്ഷേപങ്ങളും അതിക്രമങ്ങളും തടുക്കലും. വൽ മുഹാറബത്തി ലിഅദാഇഹി വൽ മുഹാറബത്തി വദ്ദബ്ബി, അപ്പം നുസ്റത്തിനും ഔലിയാക്കളെ തൊട്ട് ആക്ഷേപങ്ങളും അതിക്രമങ്ങളും തടുക്കലും ആദായിനോട് മുഹാറബ ചെയ്യലെല്ലാം എന്തിൽ വന്ന്? ആമന്നാ ബിഹിൽ വന്നു. ഇനി വഷ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ,
ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചോ. നാം മുസ്ലിമൂനാണ്, മുഖ്ലിസൂന ഫിൽ ഈമാൻ, ഈമാനിൽ മുഖ്ലിസീങ്ങളാണ്, അപ്പം നിഫാഖില്ല. മുൻകാദൂന ലിമാ തുരീദു മിൻ അംദി നുസ്റതിക, നിങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിന് കീഴ്പ്പെടുന്നവരാണ്. ബദർ യുദ്ധത്തിൽ പറഞ്ഞില്ലേ, സമുദ്രത്തിൻ്റെ അങ്ങേത്തലക്ക് ഞങ്ങളെ വിളിക്കുകയാണെങ്കിലും വരാൻ തയ്യാറ് എന്ന് പറഞ്ഞില്ലേ. എന്നതുപോലെ ബദർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ പറഞ്ഞില്ലേ. ഇനി അവരുടെ വാക്ക് തീർന്നിട്ടില്ല. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനർ റസൂല ഫക്തുബിനാ മഅശ് ശാഹിദീൻ. ഇനി റബ്ബിനെ കൊണ്ടയാ പറയുന്നത്. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത, നീ ഇറക്കിയത് കൊണ്ട് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു റബ്ബേൻ. എന്താ ഇറക്കിയത്? മിനൽ ഇൻജീലി അലാ ഈസാ, ഈസാ അലൈഹിസ്സലാമിന് ഇൻജീൽ ഇറക്കി. അത് ബഹുവ തളർറുൻ ഇലല്ലാഹി തആല, അള്ളാഹിനെ കൊണ്ടുള്ള വിനയത്തോടു കൂടിയുള്ള ഒരു ദുആയാണ്. വത്തബഅനർ റസൂൽ, റസൂലിനെ പിൻപറ്റിയിട്ടുണ്ട്. ഏതാ? അപ്പോഴുള്ള റസൂൽ ആരാന്ന്? ഈസാ അലൈഹിസ്സലാം. എന്തിനാ പിൻപറ്റിയത്? അലാ ദീനിഹി, ഓറ ദീനിൽ പിൻപറ്റി, ഫീ കുല്ലി ഉമൂരിദ്ദീൻ, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് ഫക്തുബിനാ മഅശ് ശാഹിദീൻ, അപ്പം ചെയ്ത അമല് കൊണ്ട് തവസ്സുലുണ്ട് എന്നിവിടെ പഠിച്ചു. ഗുഹയിൽ കൂടിയ 3 നാൾ തവസ്സുലാക്കിയില്ലേ എന്നതുപോലെ എന്തല്ലോ ആമന്നാ ബില്ലാഹി, നഹ്നു അൻസാറുല്ലാഹിയും കൂട്ടവിടെങ്കിൽ ആമന്നാ ബില്ലാഹി ബിഅന്നാ മുസ്ലിമൂൻ റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനർ റസൂല. ഇനി ഫക്തുബിനാ മഅശ് ശാഹിദീൻ, ഷാഹിദീങ്ങളോടൊപ്പം ഞങ്ങൾ എഴുതണം. മഅല്ലദീന യശ്ഹദൂന ബിവഹ്ദാനിയതിക, നിന്റെ വഹദാനിയത്ത് കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവർ ആരൊക്കെയുണ്ടോ ആ കൂട്ടത്തിൽ നമ്മളെയും കൂട്ടിക്കോ അല്ലേ. അപ്പം മഅശ് ഷാഹിദീനാക്ക് എന്താക്കി? ആമാക്കി. നിന്റെ വഹദാനിയത്ത് കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന ലോകത്ത് ആരൊക്കെയുണ്ടോ അവരുടെ കൂട്ടത്തിൽ നമ്മളെയും കൂട്ടിക്കോ. അല്ല, ഖാസാക്കി. എങ്ങനെ? മഅ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഖാസായി. മനസ്സിലാകുന്നില്ല? അതുകൊണ്ട് ഫഇന്നഹും ശുഹദാഉ അലന്നാസി ഖാതിബ, നബി സല്ലല്ലാഹു അലൈഹി ഉമ്മത്ത് മറ്റുള്ള ഉമ്മത്തിന് ലിയകൂന റസൂലു അലൈക്കും ഷഹീദ ലിതകൂനു ശുഹദാ അലന്നാസി വയകൂന റസൂലു. അപ്പോൾ ഷഹാദത്തിൻ്റെ മാന മാറി. ഇത് വഹദാനിയത്ത് കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നവരാണ് ആദ്യം പറഞ്ഞത്, യഷ്ഹദൂന ബി വഹദാനിയത്തി. മറ്റേതോ അംബിയാ മുർസലീങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ട്, അംബിയാ മുർസലീങ്ങൾ ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സാക്ഷ്യം വഹിക്കുന്ന പരലോകത്തിലുള്ള സാക്ഷ്യമാണ് ഈ പറഞ്ഞത്. എന്തോ നീ കോടതി രണ്ടും രണ്ടാക്കി, 2 തഫ്സീറും മുമ്പ് കൊടുത്തു. ഇനി ഇപ്പം ചെയ്ത എന്താണ്? അപ്പൊ പെട്ടെന്ന് തോന്നും മക്കറൂന്റെ ലമീർ അടുത്തേക്കാണ് അല്ലേ. മക്കറായിൽ യഹൂദു, യഹൂദികളാണ് മക്കർ ചെയ്തത്. അതങ്ങനെ ചതി പ്രയോഗിച്ചു കൊണ്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ച്. അപ്പം കൊട്ടേഷൻ കൊടുക്കലെന്ന് പറയാം. അതങ്ങനെ ബഹുവാൻ യഹ്ദഅഹു, അവരോട് ചതിക്കുക. എന്നിട്ടോ വയദ്ഹബ ബിഹി ഇലാ മൗദിഇൻ, ഏതോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോവുക. പോയിട്ടോ ഫൈദാ സാറ ഇലൈഹി ഖത്ല, അവിടെ എത്തിയാൽ എന്താക്കുക? പെട്ടെന്ന് കൊല്ലുക. പക്ഷേ വമക്കറല്ലാഹ്, ഇവിടെ മക്കറ മുതശാബിഹായ കലിമത്തിൽപ്പെട്ടതാണ്. അവിടെ എന്തായിരിക്കും? മക്കറൂന്റെ പകരമായിട്ട് ഇപ്പുറം മക്കറ പറഞ്ഞതാണ്, അതിന് മുക്കാബില. അതിനർത്ഥം ആ മക്കറിന് തക്കതായ നടപടി അല്ലാഹു തആല എടുത്തു. എന്നുവെച്ചാൽ ബിഅൻ റഫഅ ഈസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് ഉയർത്തി. എന്നിട്ടോ വാൽഖ ശിബ്ഹഹു എന്നാണ് ശബ്ഹത്തൻ എന്ന് അവിടെ താക കാണുന്നു. താ വേണ്ടിയില്ല, അവരെ ആ ബാഹ്യരൂപത്തിൻ്റെ സാദൃശ്യം വിട്ടുകൊടുത്ത് അലാമൻ ഖസദ ഇഖ്തിയാലഹു, ചതിക്കാൻ ഉദ്ദേശിച്ച വ്യക്തി ആരാണോ അയാൾക്ക്. അപ്പോൾ കുഴിച്ചം കൊണ്ടിൽ വീണുന്നായി. അപ്പോൾ ശുബ്ഹത്തൻ എന്ന് താ വേണ്ടല്ലോ. ഈസാ അലൈഹിസ്സലാമിൻ്റെ ഷിബ്ഹ്, ഒരു സാദൃശ്യം ഇവരിൽ ഇട്ടുകൊടുത്തു. ഹത്താ, അങ്ങനെ കൊല്ലപ്പെട്ടത് അയാളായി. നേരെ തിരിച്ച് ഹിസ്ബുന്നസ്സല്ലേന്ന് ആ കുഴിച്ചോൻ തന്നെ കൊണ്ടിൽ വെട്ടേന്ന്. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അതിൻ്റെ ഉത്തരം ഐ അക്വാഹും മക്റൻ, ഇവർ വിചാരിച്ച് ഞാൻ കാണാൻ അക്വയാണ് അല്ലാഹു തആല.
ഫഅൻഫദുഹും കൈദൻ. അതാ ഏറ്റവും അത് നടപ്പിൽ വരുന്നത്. വാഖദറുഹും അലാ ഈസാലിൽ ദററി മിൻ ഹൈസു ലാ യഹ്തസിബ്, അപ്രതീക്ഷിതമായ മാർഗത്തിൽ കൂടി ദററുണ്ടാക്കി കൊടുക്കാൻ ഏറ്റവും കഴിവ്. അതാണ് ഖൈറുവിൻ്റെ മാനയെ മാക്കരിയങ്ങളിൽ ഏറ്റവും ഖൈറ് എന്ന് പറഞ്ഞാൽ. റുവിയ അന്ന മലിക ബനി ഇസ്രായീല, ബനു ഇസ്രായേലുള്ള രാജാവാണ്. ലമ്മ ഖസദ ഖതലഹു അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിനെ കൊല്ലാൻ ലക്ഷ്യം വെച്ചപ്പോൾ അമറഹു അൻ യുദ്ഖില ബൈതൻ, ഒരു വീട്ടിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആ ചതിയിൽ കൂടി കൊല്ലുന്ന രീതിയായി പറഞ്ഞു വരുന്നു. ഫീഹി റൗസനത്തുൻ, അതിലെ ഒരു വെന്റിലേഷൻ ഉണ്ട്, ചെറിയ റൗസനത്തിന്. ഫീ ഫത്ഹത്തുൻ തുഷ്ബിഹു താഖത ബിൻ നാഫിദ, കാറ്റും വെളിച്ചം കിടക്കാൻ വേണ്ടിയിട്ട്. ഫറഫഅഹു ജിബ്രീലു അലൈഹിസ്സലാം, എന്താക്കി മൂപ്പറ ഉയർത്തി കൊണ്ടുപോയി. മിൻ തിൽക റൗസനത്തി ഇലസ്സമാ, അതിൽ കൂടി ആകാശത്തിലേക്ക് ഉയർത്തിക്കളഞ്ഞു. വകസാഹുല്ലാഹു റീഷ, റീഷനെ അല്ലാഹു തആല അണിയിപ്പിച്ചു. വഅൽബസഹു നൂർ, നൂറിനെയും അണിയിപ്പിച്ചു. വഖതഅനു ലദത്തൽ മത്അമി വൽ മശ്റബി, ഭക്ഷണത്തിനോടോ പാനീയങ്ങളോടുള്ള ആ രുചിയുണ്ടല്ലോ അതും മുറിച്ച്. ചുരുക്കത്തിൽ മലായിക്കത്തിൻ്റെ അവസ്ഥ പോലെയാക്കി. വതാറ മഅൽ മലായിക്കത്തി, മലായിക്കത്തിനോടൊപ്പം പറന്നു. ഹൗലൽ അർശ്, റുഹാനി അവസ്ഥയിലേക്ക് എത്തിനായി. അപ്പം വക്കാന ഇൻസിയൻ മലക്കിയൻ, ഒരു ഭാഗത്ത് ഇൻസിയാണ് മലക്കിയുമാണ്. സമാവിയൻ അർളിയൻ, കണ്ട. സുമ്മ ഖാലൽ മലികു ലിറജുലിൻ ഖബീസിൻ മിൻഹും, അപ്പം ഇവരെ അന്നുള്ളിയാക്കിയതല്ലേ. കയറി നോക്കുമ്പോൾ ഈസാ അലൈഹിസ്സലാം അതിനുള്ളിലില്ല. കൊല്ലാൻ ഏൽപ്പിച്ച മറ്റേ വ്യക്തിയാണ് ഉള്ളിലുള്ളത്. അതാ പറയുന്നത്. ഒരു ആളോട് പറഞ്ഞു, ഒരു ഖബീസായ വ്യക്തിയോട് പറഞ്ഞു, ഉദ്ഖുൽ അലൈഹി ഫഖ്തുൽഹു, കയറിയിട്ട് കൊന്നേന്ന്. അപ്പോൾ കൊല്ലം കിട്ടിയതായിരിക്കും മറ്റേക്ക്. ഫദഖലൽ ബൈത ഫഅൽഖല്ലാഹു അസ്സ വജല്ല ശിബ്ഹഹു, നടക്കണ്ട അവിടെ ശിബ്ഹ തന്നെയല്ലല്ലോ, ശിബ്ഹഹു അലൈഹി ഫഖറജ. അങ്ങനെ യുഖ്ബിറു അന്നഹു ലൈസ ഫിൽ ബൈതി, മൂപ്പർ വീട്ടിലില്ല. അയാൾ പുറപ്പെട്ട് ഫഖതലുഹു വസലബു, അയാളെ പിടിച്ചിട്ട് എന്താക്കി കൊന്നിട്ട് കുരിശിലേറ്റി. അപ്പോൾ കൊല്ലപ്പെട്ട ആളാരി പണ്ട് കാത്തിലാകാൻ പോയ ചതിയൻ. അത് മനസ്സിലില്ല. സുമ്മ ഖാലൂ, പിന്നെ അവർ പറഞ്ഞു, വജ്ഹുഹു യുശ്ബിഹു വജ്ഹ ഈസാ, ഇദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ ഈസാ അലൈഹിസ്സലാമിൻ്റെ മുഖം തന്നെ ചോക്കുന്നത്. നമ്മളിങ്ങോട്ട് ചോക്കൽ എന്നാ പറയല്, അതന്നെ ചോക്കുന്നത് അല്ലേ. ഫവഖഅബൈനഹും മഖാലുൻ അദീമുൻ, ഒരു കൂട്ടർ എന്താക്കാം, അങ്ങനെയല്ല ഇത് വേറൊരാളാണ് എന്നും പറഞ്ഞിട്ട് മഖാലുൻ അദീമുൻ ഇഖ്തിലാഫുൻ ഫീഹി, ഭയങ്കര കുഴപ്പം തന്നെ അല്ലേ. വൽ മക്റു, ഇനി മക്റിൻ്റെ വേനേ പറയുന്നു. വൽ മക്റു മിനൽ മഖ്ലൂഖീൻ, ഇതിൻ്റെ അർത്ഥം മക്റു എന്ന് പറഞ്ഞ മഖ്ലൂഖീങ്ങളുടെ മക്കളി അൽ ഖുബസു വൽ ഖതിഅതു വൽ ഹീലത്തു, ചീത്തയായ കാര്യം, അതുപോലെ ചതി, യുക്തി പ്രയോഗിക്കൽ. വൽ മക്റു മിനല്ലാഹി, അത് വ മക്കറല്ലാഹു ഉണ്ടല്ലോ, അത് ഇസ്തിദ്റാജുൽ അബ്ദി വഅഖ്ദുഹു മിൻ ഹൈസു ലാ യഅലം, അവൻ അറിയാത്ത ഭാഗത്തിൽ കൂടെ അവനെ പിടിച്ച് ശിക്ഷിക്കലാണ് ഇത് മക്കറല്ലാഹുവിൻ്റെ വേന. അപ്പോൾ ഒരേ മക്കരൻ രണ്ടർത്ഥ, അതാണ് തീർന്നു. അത് പരിപാടി ഇട്ടല്ലേ, എന്നിട്ട് രാജാവ് കൽപ്പിച്ചല്ലേ പറയുന്നത്. രാജാവ് ഒരാളെ ഏൽപ്പിക്കുന്നത് ഓരോ ഒരു റൂമിൻ്റെ അകത്താക്കണം, എന്നിട്ട് ഒരാളെ അങ്ങോട്ട് കയറ്റോ ഉള്ളിൽ വെച്ചിട്ട് കൊല്ലാൻ. അതിലെ സംഗതി മൊത്തം വിശദമായി പറഞ്ഞില്ലത്. إذ قال الله يا عيسى إني متوفيك, ഈ അല്ലാഹു തആല പറഞ്ഞു ഈസാ അലൈഹിസ്സലാമിനോട്, ഇന്നി മുതവഫീക, നിങ്ങളെ ഞാൻ മുതവഫിയാണ് എന്ന് വെച്ചാലോ മുസ്തൗഫി അജലിക്, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട അജലെന്താക്കും, പൂർത്തിയാക്കും എന്ന് വെച്ചാൽ ഈ പൊങ്ങലോടുകൂടി പൂർത്തിയായി എന്നല്ല, നിങ്ങൾ തിരിച്ചു വന്നിട്ട് എന്താകും, നിശ്ചയിക്കപ്പെട്ട അവധി പൂർത്തിയാക്കും. വമഅനാഹു ഇന്നി ആസിമുക മിൻ അൻ യഖ്തുലകൽ കുഫാർ, കുഫാറിനാൽ നിങ്ങൾ കൊല്ലപ്പെടുക എന്നതിനെ തൊട്ട് കാക്കും. വമുഅഖിറുക ഇലാ അജലിൻ കതബ്തുഹു ലക്, നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു അവധി വരെ നിങ്ങൾ എന്താക്കും, ബന്ധിച്ചിടും. അപ്പോൾ കുറേ കാലം ഭൂമിയിലായിരിക്കും, കുറേ കാലം ആകാശത്തിലായിരിക്കും. വമമീതുക ഹത്ഫാൻ ഫിക്, സാധാരണ മരണം, അതായത് കൊല്ലപ്പെടൽ എന്നതല്ല, സ്വാഭാവികമായ മരണം.
ലാ ഖത്ലൻ ബി ഐദീഹിം, കുഫാറിനാലുള്ള കൊല്ല അല്ല. അതാ മുത്തവഫീഖാന്റെ വായന. ചിലെന്താക്കും പഠിക്കാണ്ട് തഫ്സീരിച്ചിട്ട് ഈസാ അലൈഹി സ്വലാമിനെ അവസാനിപ്പിച്ച് ആകാശത്തിലേക്ക് കയറ്റിയെന്ന് പറഞ്ഞ് സുന്നികൾ പറയുന്ന കളവാന്നൊക്കെയാണ് ഇവരൊക്കെ കൂടിയിട്ട് പറയല്. വറാഫിഉക ഇലയ്യ വറാഫിഉക അൽ ആന, ഇപ്പോൾ നിങ്ങളെ ഞാൻ ഉയർത്തും എന്നെക്കൊള്ളേ. എന്നെക്കൊള്ളേ എന്ന് പറഞ്ഞാൽ ഒരു മഹല്ലില്ലല്ലോ. അതെന്താ? ഇല മഹല്ലി കറാമത്തി വ മഖറി മലായിക്കത്തി, എൻ്റെ ആദരവിൻ്റെ സ്ഥാനത്തേക്കും മലായിക്കത്തുകൾ താമസിക്കുന്ന സ്ഥലത്തേക്കും. അതാണ് ഇലയ്യ. അപ്പോൾ വജഅല ദാലിക റഫ്അൻ ഇലൈഹി, അപ്പം എന്താക്കി? ഉയർത്തുന്ന ശരിക്കടെ മഹല്ല് കറാമത്തിലേക്കും മഖറു മലായിക്കത്തിലേക്കും. പിന്നെന്തിനാ ഇലയ്യ എന്ന് പറഞ്ഞ് താലീമിന് വേണ്ടി? നമ്മ കാബത്തിലേക്കാണ് പോകുന്നത്, നിങ്ങൾ എന്നെ കൊള്ളിയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹിന്റെ ഹളറത്തുമായിട്ട് ഇതിന് വലിയൊരു ബന്ധം താലീമാക്കി പറഞ്ഞതാണ്. അതാണ് വജഅല ദാലിക എന്ന് വെച്ചാൽ മഹല്ലു കറാമത്തും മഖറു മലായിക്കത്തിലേക്കുമുള്ള ഉയർത്തല ഉള്ളത്. എന്നാലോ ഇലൈഹി എന്ന് പറഞ്ഞ് അതിൽ ഈ താലീം, പിന്നെ താലീമിന് വേണ്ടിയാണ് ഇത്. വമിസ്ലുഹു ഖൗലുഹു ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ അള്ളാഹിനെ കൊണ്ടേ പോകുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നമാ ദഹബ ഇബ്രാഹിം മിനൽ ഇറാഖി ഇല ഷാമി, ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് ഹിജ്റ പോയാ ചെയ്തത്. ഞാൻ റബ്ബിനെ, അവർ റബ്ബ് ഷാമിലുണ്ടാ? അത് അവിടെ ഒരു മജാസാണിതല്ലോ. വഖദ് യുസമ്മൽ ഹജ്ജാജ്, ഹജ്ജാജ്മാരെ പറ്റി പറയലുണ്ട് സുവാറുല്ലാഹി, അള്ളാഹിനെ കാണാൻ പോകുന്ന ആളുകൾ. വൽ മുജാവിരീങ്ങൾക്ക് പറയും ജീറാനുല്ലാഹി, അള്ളാഹിൻ്റെ അൽവാസികൾ എന്ന് പറയും. വകുല്ലു ദാലിക ലിതഫ്ഹീം, ഇതെല്ലാം ഇവരോടുള്ള ആദരവിന് വേണ്ടി പറയുന്നതാണ്. അതെ. വമുതഹിറുക, ഇനി എന്താണ്? നിങ്ങളെ തത്ഹീറാക്കുകയും ചെയ്യും. എന്നുവെച്ചാലോ മുബിഇദുക വമുനജ്ജിക, നിങ്ങളെ അകറ്റി നിർത്തും. ആരെ തൊട്ട്? മിനല്ലദീന കഫറൂ, കുഫാറുകളെ തൊട്ടിട്ട്. എന്നുവെച്ചാലോ ഐ മിൻ സൂഇ ജിവാരിഹിം, അവരുടെ സമ്പർക്കം, ചീത്തയായ സമ്പർക്കമുണ്ടല്ലോ, അതിനെ തൊട്ടും. വഖുബസി സുഹബത്തിഹിം, അവരുടെ മോശമായ സുഹബത്തിനെ തൊട്ടും. വദനസി മുആശറത്തിഹിം, അവരുടെ സമ്പർക്കത്തിൻ്റെ കച്ചറിയെ തൊട്ടെല്ലാം നിങ്ങൾ തത്ഹീറാക്കുക. അതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ബാധിക്കൂല. വസയൻസിലു ഈസ അലൈഹിസ്സലാം ഇറങ്ങും, മിനസ്സമായി, വാനലോകത്ത് നിന്ന് ഇറങ്ങും, അല അഹദി ദജ്ജാലിൻ്റെ കാലത്തായിരിക്കും. എങ്ങനെ ഇറങ്ങുന്നത്? ഹകമൻ അദിലൻ, നീതിമാനായ ഒരു ഭരണകർത്താവായിട്ട്. യക്സിറു സലീം, സലീമിനെല്ലാം പൊട്ടിക്കും. വയക്തുലുൽ ഖിൻസീർ, പന്നികളെല്ലാം കൊന്നുകളയും. പിന്നെ യലഉൽ ജിസിയ, ജിസിയ ഒഴിവാക്കും. വയഫീലുൽ മാലു, മാലങ്ങ് പെരുക്കാൻ തുടങ്ങും. എത്ര വലഹത്താലാക്കുമ്പോഴും ഹാദുലാക്കും കൊടുത്താൽ വണ്ടുണ്ടാകുന്നില്ല, വാങ്ങാനാടില്ല, അത്ര കണ്ട് പണക്കൊഴുപ്പാണ്. ഹദീസു നുസൂൽ ഈസബിന് മറിയം ഫി ആഖിരി സമാൻ ഹദീസും മുതവാത്തിറുന്നാ പറഞ്ഞത്. ഹദീസിന് ഒന്നാം ഗ്രേഡല്ലേ മുതവാത്തിറായ ഹദീസ്. തവാത്തിറത്ത് ബിഹിൽ അഖ്ബാർ, അഖ്ബാറുകൾ മുതവാത്തിറായി വന്നിട്ടുണ്ട്. വഖദ് റവാഹുൽ ബുഖാരി വഗൈറുഹു, റിവായത്തും ചെയ്തിട്ടുണ്ട്. ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചുറ്റുപാട് വന്നിട്ട് യക്കീനാവലാണ് തവാത്തുർ. അപ്പം മക്കയിൽ കാബയുണ്ട് എന്ന് കണ്ടാക്കും കാണാത്താക്കും എല്ലാവർക്കും മുത്തവാത്തിറാന്നല്ലോ, ഇല്ലാന്നായിരിക്കും പറയാൻ കഴിയോ? അതാ മുത്തവാത്തിർ. വജഹരിക്കു ഫീ സമാനിഹിൽ മിലലു കുല്ലുഹാ, ആ കാലത്തുള്ള മറ്റെല്ലാ മില്ലത്തുകളും അങ്ങ് പോയി, ഇല്ലൽ ഇസ്ലാം ഒഴികെ, അത് നിലനിൽക്കും. വയഖ്തുലു ദജ്ജാൽ, ദജ്ജാലിനെ കൊല്ലും. എന്നിട്ടോ വയതസവ്വജു ബഅദ ഖത്ലിഹി ഇംറഅത്തൻ മിനൽ അറബ്, അറബികളിൽപ്പെട്ട ഇംറഅത്തിനെ വിവാഹം കഴിക്കും ദജ്ജാലിനെ കൊന്നതിന് ശേഷമാണ്. വതലിദു മിൻഹു, അതിൽ നിന്ന് മക്കളും ഉണ്ടാകും. സുമ്മ യമൂതു ഹുവ ബഅദ മാ യഈശു 40 സന മിൻ നുസൂലി, നുസൂല് മുതൽ 40 കൊല്ലം ജീവിച്ചതിന് ശേഷം. അപ്പോൾ എത്ര കുറേ വയസ്സായില്ലേ? 30 ചില്ലാനും വയസ്സിലല്ലേ ഉയർത്തിയെന്ന്. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം ഒന്നല്ല തളക്കുന്നേ ഉള്ളല്ല. ഇതാണ് ഇത് മുത്തവഫീഖാന്റെ വായന. നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട കാലം ഇപ്പം തൽക്കാലം ഉയർത്തുക, ഒരു സമയത്ത് ഇറങ്ങിയിട്ട് പൂർത്തിയാക്കും. ഫയുസല്ലി അലൈഹിൽ മുസ്ലിമീങ്ങൾ എന്താക്കും? അവരെ നിസ്കരിക്കും. എന്നിട്ടോ റൗദ ഷരീഫിലാണ് മറമാടലിലാണ് ഒരു റിവായത്തിലുള്ളത്. ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, അത് ഈസാ അലൈഹി ഇസ്ലാമിനുള്ള സ്ഥാനമാണെന്ന് പറഞ്ഞില്ല. വേറെ ആർക്കാണ് പ്രവേശനം ഇല്ലല്ലോ.
ലിഅന്നഹു സഅല റബ്ബഹു, റബ്ബിനോട് മൂപ്പർ ചോദിച്ചിട്ടുണ്ട്, അൻയജഅലഹു മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളാക്കണം എന്ന്. ഫസ്തജാബല്ലാഹു ദുആഅഹു, അത് മൂപ്പരുടെ ദുആനെ അല്ലാഹു തആല കബൂൽ ചെയ്തിരിക്കുന്നു. ഇനി അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന ഓരോ നിഅമത്താണ്. വജാഇലുൽ ലദീന ഇത്തബഊക ഫൗഖല്ലദീന കഫറൂ, അതാ നിങ്ങളെ ഇത്തിബാഅ് ചെയ്ത കൂട്ടരുണ്ടല്ലോ, അതാരാ? വഹുമുൽ മുസ്ലിമൂൻ, അവര്. കാരണം ലിഅന്നഹും മുത്തബിഊഹു ഫി അസ്ലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ അസ്ലിൽ. വഇൻ ഇഖ്തലഫത്തി ശറാഇഉ, ശരീഅത്ത് എന്താകും, അഹ്കാമിൽ ചില മാറ്റങ്ങൾ വരും. ഫുറൂഇയായ അഹ്കാമിൽ, അത് മുമ്പേ നമ്മൾ എത്രയോ പഠിച്ചതാണ്, അസ്ലിൽ ഒന്നാണ്. അപ്പോൾ നമ്മളെ പറ്റി എന്ത് പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റി എന്നും പറയാം, ഈസാ അലൈഹി സ്വലാമിനെ പിൻപറ്റി എന്നും പറയാം. എൻ്റെ വിഷയത്തിൽ അവർ ശറാഇലല്ല, അസ്ലിൽ. ദൂനല്ലദീന കദ്ദബു, അതാണ് ജാഇലുല്ലദീന ഇത്തബഊകാന്ന്, ഇത്തബഊകയിൽ എന്താക്കി? ഹസ്റാക്കി. അപ്പോൾ ആര് വിടൂല? കദ്ദബൂനെ വിടൂല. വകദ്ദബു അലൈഹി, അതാ വകദബു അലൈഹി, മൂപ്പറബയിൽ കളവ് പറഞ്ഞ കൂട്ടരുണ്ട്. ആർനാൽ മിനൽ യഹൂദി വൻ നസാറ, അവർക്ക് ഈ ആനുകൂല്യം കിട്ടൂല. എവിടെയാക്കല്? ഫൗഖല്ലദീന കഫറു, കുഫാറിൻ്റെ മേലെ. ഈ ഫൗക്ക് എന്താന്ന്? റുതുബയിലുള്ള ഫൗക്കാന്ന്, സ്ഥാനികമായ ഫൗക്കല്ല. വേറെ താഴെ നിലയിലും മറ്റേ ഫസ്റ്റ് ഫ്ലോറിൽ താമസിപ്പിച്ചു എന്നല്ലല്ലോ. അതാ വഹുമുല്ലദീന കദ്ദബു, വഹുമുല്ലദീന മകറൂ ബിഹി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിനെ കൊണ്ട് ചതിക്കാൻ ഉദ്ദേശിച്ച കൂട്ടരാണ് ഇത് കഫറു. അപ്പോൾ ഫഇന്ന അഹ്ലൽ ഇസ്ലാമി ഫൗഖഹും, അതാ പറയുക, ഇസ്ലാമിൻ്റെ അഹലുകാർ ഫൗഖഹും, അവരുടെ ഫൗക്കിലാണ്. എന്ന് വെച്ചാൽ മക്കാനിയായ ഫൗക്കല്ല. പിന്നെന്താ? ബിൽ ഇസ്സത്തി വൽ മനഅത്തി വൽ ഹുജ്ജ. ഒന്ന്, മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തുണ്ട്, പിന്നെ അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ടുള്ള കാബലുണ്ട്, മറ്റൊന്ന് നല്ല ഹുജ്ജത്തുമുണ്ട്. എന്തുകൊണ്ട് മരിച്ചു നയി? അത് എത്ര വരെ? ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും. അപ്പോൾ ഈ ഇലാ യൗമിൽ ഖിയാമത്ത് എവിടത്തേക്ക്? അതിൻ്റെ ഇലാന്നുള്ള ഗായത്തല്ലേ, അത് ഗായത്തുല്ലിൽ ജഅലി. ഇത് വജാഇലുല്ലദീന എന്ന് പറഞ്ഞ ജഅലുണ്ടല്ലോ, വജാഇലുല്ലദീന ഇത്തബഊക ഫൗഖല്ലദീന കഫറൂ എന്ന് പറഞ്ഞത് എവിടം വരെ? ഖിയാമത്ത് നാൾ വരെ. അലാ മഅന അന്നൽ മുസ്ലിമീന യഅലൂനഹും ഇലാ തിൽക്കൽ ഗായ, മുസ്ലിമീങ്ങൾ ആ ഗായത്ത് വരെയും അവരുടെ മേൽക്കുന്നതിയിൽ തന്നെയാണ്. അപ്പോൾ അടക്കി വെച്ച് എന്തെങ്കിലും ഗുൽമാലുണ്ടാകുന്ന നോക്കൂല. ഇനി സുമ്മ ഇലയ്യ മർജിഉക്കും, പിന്നീട് എന്നെക്കുള്ള മാത്രമാണ് നിങ്ങളുടെ മടക്കം. അപ്പോൾ ഇലയ്യ എന്താ? ഖബർ മുന്തിച്ച്. അപ്പോൾ ഈ റുജൂഉക്കും ബിൽ ബഅസ്, എന്താ ഉള്ളത്? ഇബാറത്ത് റജഉക്കും എന്നുള്ളത് അതല്ലല്ലോ വേണ്ട. റുജൂഉക്കും, മർജിഇൻ്റെ മാന റുജൂ എന്ന് മസ്തറാണ് സാധനം. അത് മറച്ചുപോയി. അതെങ്ങനെയാ? ബിൽ ബഅസ്, ഖബറിൽ നിന്ന് രണ്ടാമത് എണീപ്പിക്കലും. വല്ലമീറുൽ ഈസാ വൽ മുത്തബിഈന ലഹു, ആരോട്? മർജിഉക്കും എന്ന കുമുണ്ടല്ലോ, അത് ഈസാ അലൈഹിസ്സലാമിലേക്കും അവരുടെ മുത്തബിഈങ്ങളിലേക്കും മടങ്ങും അല്ലേ? വൽ കാഫിരിലേക്കും ബിരിസാലത്തിഹി, റിസാലത്ത് കൊണ്ട് കാഫിറായവരിലേക്കും മടങ്ങും. അപ്പം എല്ലാവരെയും മനസ്സിലായില്ല? കുമിൻ്റെ ലമീറിൽ ആരെല്ലാം പെടും? ആ മുഖാത്തബിൻ്റെ ലമീറുണ്ടല്ലോ, ഒന്ന് ഈസാ, മുത്തബീന ലഹു, വൽ കാഫിറുൻ ബിരിസാലത്തി. എന്നിട്ടോ ഫഅഹ്കുമു ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ ഞാൻ വിധി കൽപ്പിക്കും. യൗമ ഇദിൻ, ആ ദിവസത്തിൽ, ഈസ്റ റുജൂഇക്കും ഇലയ്യ, എന്നെക്കൊള്ള മടങ്ങി വന്നതിൻ്റെ ഉടനെ. എന്തിനാ വിധി കൽപ്പിക്കുക? ഫീമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഇഖ്തിലാഫായില്ലേ ദീനിൻ്റെ വിഷയത്തിൽ, അതിൽ ഏതാണ് ഹക്ക് ഏതാ ബാത്തിൽ? ഈസാ അലൈഹിസ്സലാമിൻ്റെ ഹഖീഖത്ത് എന്താണ്? ഒരു കൂട്ടർ അല്ലാഹുവിനെ മോനാന്ന് പറഞ്ഞ്, ഒരു കൂട്ടർ ഇലാഹാന്ന് പറഞ്ഞ്, ഒരു കൂട്ടർ അങ്ങനെയാന്ന് പറഞ്ഞ്, എല്ലാം കൂടെ തീരുമാനിക്കും. കണ്ടാ? അപ്പം ഇവിടെ എല്ലാ കൂട്ടരുണ്ടല്ലോ, അതിന് ഓരോരുത്തർക്കുള്ള പാർട്ടീഷൻ പറയുന്ന. فأما الذين كفروا فأعذبهم عذابا شديدا في الدنيا والآخرة, കളവാക്കിയ കൂട്ടരെ ഞാൻ അദാബുൻ ശദീദ് ശിക്ഷിക്കും, ദുന്യാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും ശിക്ഷിക്കും. ഇരു വീട്ടിലും ഇല്ലേ? ഛർദിക്കുന്നില്ല? ഇപ്പം മടിച്ച ബിസ്സൈഫ്, ദുന്യാവിൽ എന്താ ശിക്ഷ? സൈഫ്. വസ്തിബ എന്ന് പറഞ്ഞാൽ സബി എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യൽ, ജിസിയ വാങ്ങൽ.
ഈസാലുൽ അംറാദി വൽ മസായി, പലതരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട്. ഫഇന്നഹാ മിനൽ ഉഖൂബാത്തി ഫി ഹഖിൽ കാഫിർ, ഇതൊക്കെ കാഫിറിന്റെ ഹഖിൽ ഉഖൂബത്താണ് അല്ലേ. വമിനൽ കറാമാത്തി ഫി ഹഖിൽ മുഅ്മിനി, ഇത്തരം കാര്യങ്ങൾ മുഅ്മിന് സംഭവിച്ചാൽ അവർക്ക് കറാമത്തുമാണ്. കാരണം ദിയന്ന ഇബ്തിലാഉം മഹ്ലുൽ ലഹു, ഒരു മുഅ്മിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പരീക്ഷണം മാത്രമാണ്. ഇപ്പോൾ ഹംസത്ത് റളിയല്ലാഹു അൻഹു അനുഭവിച്ച അനുഭവം എന്താണ്? പക്ഷെ അവർക്കൊരു കറാമത്താണ്. ആഖിറത്തിലെ ശിക്ഷിക്കൽ എങ്ങനെയാ? അദാബിൻ നാരി, അത് തിരിയല്ലോ. വമാ ലഹും മിൻ നാസിരീൻ, അവർക്ക് നാസിരീങ്ങൾ ആരുമില്ല. മാ നഫിയ, നഫിക്ക് ശേഷം ബിന്ദം കൊടുത്താൽ ആരുമില്ല, മുഅ്മിൻ നഫി. അബ യുഖല്ലിസൂനഹും മിൻ അദാബില്ലാഹി ഫിദ്ദാറൈൻ, ഇരു വീട്ടിലും അള്ളാഹുവിൻ്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന ഒരൊറ്റ നാസിരീങ്ങൾ അവർക്കുണ്ടാവില്ല. അപ്പോൾ ഒരു വിഭാഗത്തിന് തീരുമാനമായി. وأما الذين آمنوا وعملوا الصالحات فيوفيهم أجورهم والله لا يحب الظالمين. ഇനി മുഅ്മിനീങ്ങളെ വാചകമാണ്. അപ്പം എപ്പം പറയില്ല, മുത്തക്കാബിലി പറയും. മുഅ്മിനീങ്ങൾ എന്തുകൊണ്ട് ആമനൂ ബിമാ ഉർസിൽതു ബിഹി, ഞാൻ എന്തുകൊണ്ടാണോ അയക്കപ്പെട്ടത് അതുകൊണ്ട് ഈമാൻ കൊണ്ടവര്. ആ കൂട്ടത്തിൽ കൂട്ടി വഅമിലുസ് സാലിഹാത്തി അല്ല ഞാൻ പറഞ്ഞത്. കമാ ഹുവ ദൈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പതിവ് അങ്ങനെയാണ്. ആമനു വെച്ചിട്ട് വെറുതെ ഉണ്ടാതിരിക്കൂല. ഫയുവഫീഹിം ഉജൂറഹും അയ്യുഅതീഹിം ഉജൂറ അഅമാലിഹിം കാമിലതൻ, അവർ അമൽ ചെയ്തതിൻ്റെ പ്രതിഫലം ഞാൻ അവർക്ക് പൂർണ്ണമായി കൊടുക്കും. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, ളാലിമീങ്ങളാരി ഐ ലാ യുഹിബ്ബുന വനന്താ യുബ്ഗിദുഹും, അവരോട് അല്ലാഹു തആലക്ക് വെറുപ്പാണെന്നും വലാ യർളാ അൻഹും, അവരെ തൊട്ട് അല്ലാഹുക്ക് പൊരുത്തമില്ല. ഇനി പറയാ ذلك نتلوه عليك من الآيات والذكر الحكيم. ذلك إشارة إلى ما سلف, മുമ്പ് പറഞ്ഞ എല്ലാത്തിലേക്കും ഇഷാറത്താണ്. മിൻ നബഇ ഈസാ വഗൈരിഹി, ഈസാ അലൈഹിസ്സലാമിൻ്റെ ആവട്ടെ ഖൈറിൻ്റെ വാർത്തകൾ. ഇതെല്ലാം നത്ലൂഹു അലൈക, തങ്ങളെ പേരിൽ നാം ഓതി കേൾപ്പിക്കുകയാണ്. എന്തായി? അള്ളാഹിൻ്റെ വഹീനായതാണ് തങ്ങൾ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയത്. ബുക്ക് വായിച്ചിട്ടോ വേറെ ആളെ വെക്കുന്ന കഥ കേട്ടിട്ടൊന്നും അല്ല. അപ്പോൾ ഈ കലിമത്ത് എന്തിനുള്ളതാണ്? തങ്ങൾ റിസാലത്ത് സുബൂത്താക്കാനുള്ള ആയത്താണ്. അലൈക എന്ന് പറഞ്ഞാൽ നഖറഉഹു അലൈക യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ. അപ്പോൾ അള്ളാഹ് വന്നിട്ട് ഓതിയിട്ടുണ്ടാ? ഐ വഅസനദ തിലാവതഹു ഇലാ നഫ്സിഹി, അള്ളാഹ് ഓതുന്നു എന്ന് നഫ്സിലേക്ക് ആ തിലാവത്ത് ഇസ്നാക്കിയത്. മഅ അന്ന താലിയ ഹുവൽ മലക്കുൽ മഅ്മൂറു ബിഹാ, ഈ തിലാവത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ട മലക്കാണ് ഓതി കേൾപ്പിക്കുന്നത്. പക്ഷേ ലിഅന്ന തിലാവത്ത ജിബ്രീല ലമ്മാ കാനത്ത് ബിഅംദിഹി തആല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ്, അതിന് അല്പം പോലും മാറ്റം വരാതെ ഉള്ള തിലാവത്താണ്. ആര്? ജിബ്രീൽ. മീൻ ഗൈരി തഫാവുത്തിൻ അസ്ലൻ ഉളീഫ ദാലിക ഇലൈഹി തആല, അപ്പോൾ അള്ളാഹിലേക്ക് തന്നെ ചേർത്തു. അത് മനസ്സിലായില്ലേ? എന്തിനാൽ മിനൽ ആയാത്തി മിനൽ അലാമാത്തി ദാല്ലത്തി അലാ സുബൂത്തി റിസാലത്തിക്ക്, തങ്ങളുടെ റിസാലത്ത് സുബൂത്താണ് എന്നറിയിക്കുന്ന അലാമാത്തിനാലും വദ്ദിക്രി ഖുർആനിനാലും. അൽ ഹക്കീം, അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുസ്തമിലി അലൽ ഹിക്കമി, ധാരാളം ഹിക്മത്തുകളെ മേലിൽ ചുറ്റി ഉൾക്കൊണ്ടിട്ടതാണ് ദിക്റുൽ ഹക്കീം, ഖുർആൻ്റെ മഹത്വം. വൽ മുഹ്കം എന്ന് പറയും. മുഹക്കമിനർത്ഥം അൽ മംനൂഉ മിൻ തതറുക്കിൽ ഖലലി ഇലൈഹി, അതിലേക്ക് എന്തെങ്കിലും ഖലലി, ഇടർച്ച, അതിലേക്ക് സ്പർശിക്കലിനെ തൊട്ട് കാക്കപ്പെട്ടത് എന്നാണ് മുഹ്കം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഇനി പുതിയൊരു വിഷയം, മടികാട്ടല്ലേ, നോ മടിയാന്ന് നമ്മളെ. ഇന്ന മസല ഈസാ ഇൻദല്ലാഹി കമസലി ആദം خلقه من تراب ثم قال له كن فيكون. ഇതാരോട്? ഈസാ അലൈഹിസ്സലാം പടച്ചോനാന്ന് പറഞ്ഞ കൂട്ടരോടാ പറയുന്നത്. എന്നാൽ അതന്നെ എന്തുകൊണ്ട് പടച്ചോനാകുന്നില്ല? അതിനേക്കാൾ അത്ഭുതമല്ലേ? ഈസാ അലൈഹി, അതായത് ഇവിടെ ഉമ്മ ഉണ്ടല്ലോ, ഉപ്പയല്ലേ. ആദം അലൈഹിസ്സലാം രണ്ടാളില്ലല്ലോ. അപ്പോൾ അബുലഹായ ഒന്നിനോട് എന്താക്കി? ഈസാ അലൈഹിസ്സലാം തശ്ബീഹാക്കിയത്. കടുപ്പം കൂടിയതാന്ന് അപ്പുറം. അതാ
ഇന്ന മസല ഈസ അലൈഹി ഇസ്ലാമിൻ്റെ മസല് കമസലി ആദമിനെ പോലെയാണ്. അവൻ്റെ വജ്ഹുശബഹ എന്താന്ന് അത് പറയും. ശഅ്നുഹുൽ ബദീഉൽ മുൻതളിമു ലിഖറാബതിക ഫീ സിൽകിൽ അംസാൽ. അതായത് ഈസാ അലൈഹി ഇസ്ലാമിൻ്റെ മസലിന് അർത്ഥം കൊടുത്തത് ഷഅ്ന്, അവരുടെ ഷഅ്ന് എന്തിന് തുല്യതയില്ലാത്തത്, അതുപോലെ ഒരുപാട് അത്ഭുതങ്ങളെ മേൽ കുറവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അത് എടുത്തു പറയാമതൊരു മസലായി മാറി. ഒരു ഫ്രൈസാ എന്താ ഇംഗ്ലീഷിൽ പറയല്, നമുക്ക് അടമേലുള്ള സ്വാഗതം എന്ന് അറിയില്ലെന്ന്, അതൊരു ഫ്രൈസായി മാറി. സമയം കൊന്നിട്ട് മക്സൂദ് നഷ്ടപ്പെടുത്തുന്നതിനെന്താക്കി അതിന് മസലായി മാറി. ഇന്ദല്ലാഹി അള്ളാഹിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഫീ തഖ്ദീരിഹി, അതെന്തിനാ ഇന്ദല്ലാഹിൻ്റെ ഇന്ദാൻ്റെ മാനല്ല, അള്ളാഹിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ സ്ഥാനമല്ലല്ലോ ഇത്. അതിൻ്റെ ഇന്ദാൻ്റെ മാനിയാണ് ഫീ തഖ്ദീരിഹി ഹുക്കുമിഹി, അള്ളാഹിൻ്റെ തഖ്ദീറിലും ഹുക്കുമിലും കമസലി ആദമിനെ പോലെയാണ്. ബല്ല ഔലാന്നും പറയാം. എന്താണ് വജ്ഹു ശബഹ കഹാലിഹിൽ അജീബത്തി, ആദം അലൈഹിസ്സലാമിൻ്റെ അജീബായ ഹാലെന്താ, ലാ യർതബു ഫിഹാ മുർതാബൻ, അവിടെ ഒരു സംശയം ബാക്കിയില്ലല്ലോ. വലാ യുനാസിഉ ഫിഹാ മുനാസിഉൻ, തർക്കിക്കാൻ വരുന്ന ഒരാൾ അതിലെന്തില്ല, തർക്കിക്കാനും വരില്ല. എന്താ അത് വജ്ഹു ശബഹ ഉണ്ടെന്ന്. ഖലഖഹു മിൻ തുറാബ്, തുറാബിനെ ആളാണ് പടച്ചിരിക്കുന്നത്. ഐ ഖലഖ ഖാലബ ആദം, ആദം അലൈഹിസ്സലാമിൻ്റെ ശരീരമാണ് തുറാബ്. അതിൻ്റെ ഉള്ളിൽ ആദം എന്ന് പറയപ്പെടുന്ന ഒറിജിനൽ ആദം വേറുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ റൂഹ് വസിക്കുവാനുള്ള വീടാന്ന് ഈ ശരീരം. അതിനില്ലേ മിൻ തുറാബിനാലി, മറ്റേതോ നൂറിനാലാണ്. സുമ്മ ഖാല ലഹു കുൻ, പിന്നെ അതിനോട് പറഞ്ഞത് കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിൻ്റെ ഖുദ്റത്തും ഇറാദത്തും തമ്മിൽ ബന്ധിക്കലാണ്. ഐ അൻശഅ ബശറൻ, ഇൻശഅ ബശറൻ, ഒരു ബഷറായി ജന്മം കൊള്ളുക എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ ഇറാദത്ത് അങ്ങനെയാണ്. ഫയകൂൻ, അപ്പം ഫകാന എന്നല്ലേ വരുന്നത്, പഴയ കിസൽ ഇത് ജമാ നോക്കുമ്പോൾ ഫകാന ഖലഖഹു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കാല ഫകാന എന്നല്ലേ വരേണ്ടത്. അവിടെ മുലാരിയായിപ്പോയിന്, അതിൻ്റെ ചോദ്യം മനസ്സിലായില്ല. വൽ മുഖ്തല അൻ യുഖാല ഫകാന എന്ന് പറഞ്ഞാണ് വാചകത്തിൻ്റെ ശൈലി. ഐ കാന കമാ അമറഹുല്ലാഹ്, അല്ലാഹ് എന്താണോ കൽപ്പന കൊടുത്തത് അതുപോലെയായി. പക്ഷേ ഇല്ല അന്നഹു അദല ഇലൽ മുലാരി, മുലാരിയിലേക്ക് തെറ്റി. ഫയകൂൻ, അതാ ഉണ്ടാകുന്നു. അത് തസ്മീറൽ ലിദാലിക്കൽ ഈജാദിൽ കാമിൽ, ആ സമ്പൂർണമായ ഈജാദിനെ നമുക്ക് മനസ്സിലാക്കി തരും. അതാ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതാ ബിസൂറത്തിൽ മുഷാഹദല്ലദി യഖഉൽ ആൻ, ഇപ്പോൾ സംഭവിക്കുന്ന മുഷാഹദായ ഒരു സൂറത്താക്കിയിട്ട്, അതായത് മാദിയായ ഒരു സംഭവത്തിനെ മുലാരിയായിട്ട് നമ്മുടെ കൺമുമ്പിൽ അതാ ആദം ജന്മമെടുക്കുന്നു. ആ റുബിയ അന്ന വഫദ നജ്റാന, ഇതിന്റെ സംഭവത്തിന്റെ പശ്ചാത്തലം പറയാം. റുബിയ അന്ന വഫദ നജ്റാന, നജ്റാനിലുള്ള ഒരു സംഘം ഖദിമുൽ മദീന, മദീനയിലേക്ക് വന്ന് വഹും 14 റജുലൻ മിൻ അശ്റാഫിഹിം, അവരുടെ ഹോജാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട 14 ആളുകൾ ഉണ്ടായിരുന്നു. മിൻഹും സയ്യിദു, ഒരു സയ്യിദ് ഉണ്ട്. സയ്യിദ് അഹ്ലു ബൈത്ത് അല്ലേ, ആ മാനാക്ക് അഹ്ലു ബൈത്ത് ഒന്നും ഉണ്ടാവില്ല, ഒരു നേതാവ്. വഹുവ കബീറുഹും വൽ ആഖിബു ഉണ്ട്, സയ്യിദും ആഖിബും. വഹുവ സാഹിബു റഅയിഹിം, അയാളാണ് അഭിപ്രായക്കാരൻ, സാഹിബുർ റഅയി. വസ്താലിസു, മൂന്നാമത്തെ ഒരാളുണ്ട്, അബൂ ഹാരിസത്ത് ബിൻ അൽഖമയു അസ്ഖഫ്. അസ്ഖഫ് എന്ന് പറഞ്ഞാൽ പുരോഹിത്, വലിയ പുരോഹിതം. ഇങ്ങനെ 3 ആള്. ഫഅഖബലു ഹത്താ ഖദിമു അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ അടുക്കലേക്ക് എത്തി. ഈ മസ്ജിദിൽ മദീനയിലെ പള്ളിയിലാണ്, ബഅദൽ അസ്ർക്ക് ശേഷം. അലൈഹിം സിയാബുൻ ഹിസാൻ, മുന്തിയ ഭംഗിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ട്. ഫഖാമു വസല്ലു വസ്തഖ്ബലു ഖിബ്ലതഹും, അവർക്കുള്ള ഖിബലയിലേക്ക് മുന്നിട്ടിട്ട് ഒരു പ്രാർത്ഥന നടത്തി എന്ന് പറയാം. വറാദ അസ്ഹാബുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്ഹാബിമാർ ഉദ്ദേശിച്ച യംനഉഹും, ഓറ പള്ളിയിൽ അനുവദിക്കാൻ പാടില്ല. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅൂഹും, അങ്ങ് വിട്ടെ. അതിനർത്ഥം ഓരോ പ്രാർത്ഥന എല്ലാം അംഗീകാരങ്ങൾ കൊടുക്കുന്നതല്ല, ഓരോ ബിസിനറായിട്ട് വന്നപ്പോൾ ചെയ്യട്ടെ, അവർ സംസാരത്തിൻ്റെ ഒരു നയാന്ന്. സുമ്മന്തഹ അബൂ ഹാരിസ ഹാദ, ഇപ്പറല്ല അബൂ ഹാരിസ ബിൻ അൽഖമ എത്തി. വആഖറു മഅഹു, വേറൊരാൾ കൂടിയും.
ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് എത്തി. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലഹുമാ, സല്ലല്ലാഹു അലൈഹി ഇപ്രാ വേണ്ടി ഖാലന്റെ ലമീന്നല്ലേ സലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ലിമാ, നിങ്ങൾ മുസ്ലിമാണ് രണ്ടാളും. ഫഖാല, അവർ പറഞ്ഞു അസ്ലംനാ ഖബ്ലക, നിങ്ങൾക്ക് മുമ്പേ നമ്മൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കദബതുമാ, നിങ്ങൾ രണ്ടാളും കളവാ പറഞ്ഞത് എന്ന് പറഞ്ഞു അല്ലേ. യംനഉകുമാ അനിൽ ഇസ്ലാമി സലാസുൻ, ഇസ്ലാമിൻ്റെ ആശയത്തിനെ തൊട്ട് 3 കാര്യം നിങ്ങളെ തടയുന്നുണ്ട്. ഒന്ന് ഇബാദത്തുകുമ സലീം, സലീബിനെ ആരാധിക്കൽ. കുരിശി വാക്കലക്കുമത് ഖിൻസീർ, പന്നിനെ തിന്നുന്നുണ്ട്. വസഅമുകും അന്നലില്ലാഹി വലദൻ, അല്ലാഹു തആലാക്ക് മക്കളുണ്ട് എന്നുള്ള വാദവും. ഈ 3 ഇസ്ലാമിനെതിരായത് കൊണ്ട് അംഗീകരിക്കപ്പെടൂല. ഖാലു, അവർ പറഞ്ഞു യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വലിമ തഷ്തിമു സാഹിബന ഈസ, നമ്മുടെ സാഹിബായ ഈസാനെ നിങ്ങൾ എന്തിനാ ചീത്ത പറയുന്നത്? അപ്പോൾ തങ്ങൾ ചോദിച്ചു, ഞാൻ എന്താ ചീത്ത പറയുന്നത്? മാക്കൂലും, ഞാൻ എന്താ പറഞ്ഞത്? ഖാലു തഖൂലു ഇന്നഹു അബ്ദ എന്ന് പറഞ്ഞില്ലേ, അപ്പം അബ്ദെന്നുള്ള ചീത്ത വാക്കാന്നാണ് ഇവർ പറയുന്നത്. ഖാല അജൽ, അതെ, ഹുവ അബ്ദുല്ലാഹി വറസൂലുഹു, ആരുടെയെങ്കിലും അബ്ദു എന്നല്ല പറഞ്ഞു, അള്ളാഹിൻ്റെ അബ്ദു എന്നാ പറഞ്ഞത്. അള്ളാഹിൻ്റെ അബ്ദു എന്നുള്ള ഏറ്റവും വലിയ സ്ഥാനമാണ്. വേറെ എന്തെങ്കിലും സാധനത്തിൻ്റെ അബ്ദ എന്ന് പറഞ്ഞാൽ ആ കുറവുണ്ടാകില്ല. ഇനി വകലിമത്തുഹു അൽഖാഹാ ഇലൽ അദ്റാഇൽ ബതൂൽ, അതും പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ കലിമത്താണെന്ന്. ആരിലേക്ക്? അദ്റാഇൽ ബതൂൽ, മറിയം ബീവി. ഫഗദിബു, ഇവർക്ക് ദേഷ്യം വന്നു. വഖാലു ഹൽ റഅയ്ത ഇൻസാനം മിൻ ഗൈരി അബിൻ, ഉപ്പയില്ലാത്ത ഒരു ഇൻസാനെ നിങ്ങൾ എവിടെയും കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉപ്പയും ഉമ്മയും ഇല്ലാത്തതാണ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞു. അതാണ് ഇത് ആദം. അപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? ഫഹൈസു സല്ലംതൽ അന്നഹു ലാ അബലഹു, ഇനി അബില്ല മിനൽ ബശർ, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അബില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ വജബ അൻ യകൂന ഹുവല്ലാഹ്, എന്നാൽ പിന്നെ അല്ലായിരിക്കണം അബ്. فقال صلى الله عليه وسلم إن آدم ما كان له أب ولا أم, ആദം അലൈഹിസ്സലാമിന് അബുമില്ല ഉമ്മും ഇല്ലല്ലോ, അപ്പൊ അതിനങ്ങനെ കടുപ്പില്ല. ഇവിടെ അത് പ്രതിവാദം. ഫനസലത്തിൽ ആയ, അപ്പോഴാണ് ആയത്തിറങ്ങിയത്. ഏത്? ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം. അവ അവിടെയുള്ള ഒരുമിച്ച എന്താ? خلقه من تراب ثم قال له كن فيكون ولم يلزم من ذلك قوله بإذن الله تعالى. അപ്പോൾ ആദം അലൈഹിസ്സലാം അള്ളാഹിന്റെ മോനാകൽ ആവശ്യമായിട്ടില്ലല്ലോ, അതാരും പറഞ്ഞാളുമില്ലല്ലോ. അവിടെയും പറയാലോ ഏത് ഉപ്പയില്ലല്ലോ. അപ്പൊ ഉപ്പ ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹിന്റെ മോനായതെങ്കിൽ ഇവിടെ ആവണ്ടേ? ഈസാ അലൈഹിസ്സലാമിന്റെ ഹാലും അങ്ങനെ തന്നെ. ഉമ്മയുമില്ല ഉപ്പയുമില്ലാത്ത വുജൂദ് അഖ്റഖുലിൽ ആദത്തിന് ഖാലിഖെന്ന് മാത്രമല്ല അഖ്റഖാണ്, ഏറ്റവും വലിയ ഖാലിഖാണ്. മിനൽ വുജൂദ് മിൻ ഗൈരി അബിൻ, ഉപ്പല്ലേ. അപ്പൊ ഫശുബ്ബിഹൽ ഗരീബു ബിൽ അഖ്റബീൻ. ഗരീബ് ഏതാണ്? ഈസാ അലൈഹിസ്സലാമിന്റെ ശൈലി. അതിനെന്താക്കി? അഖ്റബിനോട് തശ്ബീഹാക്കി. ആദം അലൈഹിസ്സലാം ലിയകൂന അഖ്തഅ ശുബ്ഹത്തിൽ ഖസ്, ഖസ്മിന്റെ ശുബ്ഹത്ത് പാടെ മുറിക്കണം. അതിനു വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അത് ഞാൻ അൽ ഹഖ്ഖു മിർ റബ്ബിക് ഫലാ തകും മിനൽ മുൻതദീൻ. അൽ ഹഖ്ഖു മിർ റബ്ബിക്, ശരിയായ ഹഖ് റബ്ബിന്റെ വക്കൽ നിന്നാണ്. അതാണ് ഹഖ്. അൽ ഹഖ്ഖു മിർ റബ്ബിക ഐ മാ ഖസസ്നാ അലൈക മിൻ നബഇ ഈസാ വ ഉമ്മിഹി. ഈസാ അലൈഹിസ്സലാമിന്റെ വാർത്തയും ഉമ്മാന്റെ വാർത്തയും എല്ലാം അള്ളാഹിന്റെ വക്കൽ എന്ന് പറഞ്ഞല്ലേ. ഹുവൽ ഹഖ്ഖു ഖായിനം മിർ റബ്ബിക്, റബ്ബിന്റെ വക്കൽ നിന്നുള്ള. ലാ ഖൗലുൻ നസാറ, നസാറാക്കളുടെ ഖൗലല്ലാം. അപ്പം എന്താക്കി? ഹസ്റാക്കി. ഹക്കിനെ എന്താക്കി? റബ്ബിന്റെ വക്കൽ നിന്ന് വന്നതിൽ മാത്രം ഹസറാക്കി. മുബ്തദാന ഖബറിലേക്ക് ഹസറാക്കിയത്. ആ ഹസറിന്റെ മാന എടുത്തു വെച്ചത് ലാ ഖൗലുൻ നസാറാണ്. ഹസറാക്കുമ്പോൾ അതിന് മറുവശം ഉണ്ടാവില്ല, അതിന് മഫ്ഹൂം ഓടിയിട്ടില്ല. എന്താ കൗല്? ഇന്നഹു ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞ വാദം ഉണ്ടല്ലോ. വഖൗലുഹും വലദത്തു മറിയമു ഇലാഹൻ എന്നും പറഞ്ഞിട്ടുണ്ട്. മറിയം ഒരു ഇലാഹിനെ പ്രസവിച്ചോന്നും വനഹബി ദാലിക, ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞ എല്ലാം ഒഴിവാക്കി. റബ്ബ് പറഞ്ഞത് മാത്രമാണ് ഹക്ക്.
അപ്പോൾ തിരിച്ചു ഹസനാക്കാണെങ്കിൽ മുബ്തദാന ഖബറിലോ ഇങ്ങോട്ട് ഹസനാക്കാനാണ്. ഫലാ തകും മിനൽ മുംതരീൻ, സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് പെടൂലല്ലോ, തങ്ങൾ മാസൂമല്ലേ. എന്നാലും എന്താക്കും, ചില കാര്യങ്ങൾ കൽപ്പിക്കുകയും പറയുകയും ചെയ്യും. ഇസ്മത്തുണ്ട് എന്നുണ്ടോ മതിയാക്കൂല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഇലാഹിനെ ആരാധിക്കുന്നില്ല, അവിടെ തന്നെ പറഞ്ഞില്ലേ മറ്റൊരു ഇലാഹിനെ പിടിച്ചക്കല്ലേന്ന്. അപ്പൊ ഇസ്മത്തുണ്ട് എന്ന് വെച്ചിട്ട് അമ്പിനെ നഹീനെ ഒഴിവാക്കൂല. അതാണ് ഐ മിനശ്ശാക്കീന ഫീ ദാലിക, ഈ വിഷയത്തിൽ സംശയിക്കുന്നവരുടെ കൂട്ടത്തിൽ തങ്ങൾ പെടാൻ പാടില്ല എന്നല്ലേ. അപ്പൊ പെട്ടിട്ടില്ലല്ലോ. അതിനർത്ഥം വൽമാനദും അലാ യഖീനിക്ക്, തങ്ങൾക്ക് നേരത്തെ ഒരു യഖീനുണ്ട്, ഹൽഹക്കും നിർറബിക്കാൻ, അതുമ്പോൾ തന്നെ നിന്നോന്നാണ്. അപ്പോ വഅലാമ അൻത അലൈഹി മിനൽ ഇത്മിനാനി അലൽ ഹഖ്, ഹക്കിന്റെ മേലെ സമാധാനിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ ഉണ്ട്, അതന്നെ തുടരട്ടെ. വതനസ്സുഹനി ശക്കി ഫീഹി, അതിലുള്ള ശക്കിനെ തൊട്ട് പരിശുദ്ധരുമാണ്. എന്നാൽ പിന്നെ ഫലാത്തക്കും അവിടെ സാധ്യത അവിടെ ഇല്ലല്ലോ. അത് അബൂ മൻസൂർ പറയുന്നു, അൽ ഇസ്മതു ലാ തുസീലുൽ മഹിനത വലാ തർഫഉൻ നഹിയാൻ. ഇസ്മത്തുണ്ടല്ലോ, ഇത് ഇഫ്തിറാ, ശക്ക് മുതലായ തൊട്ടെല്ലാം അമ്പിയാക്കൾ കാവലാക്കപ്പെട്ടില്ലേ. എന്നാലും അത് മിഹിനത്തിനെയും നീക്കൂല, അതുപോലെ നെഹിയനെയും ഉയർത്തൂല. അതാ അമ്രും നെഹിയും എന്നാലും പറഞ്ഞു. അത് മനസ്സിലായില്ലേ? ആകുന്നോണ്ടല്ല. പേരങ്ങളൊക്കെ കൊണ്ടോ, അതാ ചിലപ്പോൾ വന്ന് ശനിയാഴ്ച കഴിഞ്ഞിട്ടില്ലെങ്കിലോ മടിച്ചാ. ഇനി ഫമൻ ഹാജ്ജക ഫീഹി മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽം. ടാ, ഇനിയും അവർ തർക്കിക്കാനാണ് നിൽക്കുന്നത്, മാർക്കട വിഷയമാണ്. എന്നൊരു കാര്യം ചെയ്യും, എന്നാൽ ഞമ്മക്ക് എന്താക്കുക, സത്യം ചെയ്തിട്ട് അങ്ങോട്ട് പിരിയാം. അവർ ആകെ പേടിച്ച് പറിച്ചില്ലേ. നബിയെങ്ങാനോ അതിനെതിരായിട്ട് പറഞ്ഞു പോയെങ്കിൽ എല്ലാ ഹലാക്കാലെല്ലാം ഉണ്ടായില്ലേ. നബിയാന്ന് ഉള്ളിലറിയാം. അത് ഫമൻ ഹാജ്ജക മിനൻ നസാറ ഫീഹി, ഇതിൽ ഫീ ശഅനി ഈസാ അലൈഹിസ്സലാമിന്റെ ശഅനിൽ ഇനിയും തർക്കം ബാക്കിയ ഉമ്മാന്റെ വിഷയത്തിലും. അവ മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി, തങ്ങൾക്ക് ഇൽമിനാൽ വന്നതിന് ശേഷം, ഐ മാ യൂജിബുഹു ഈജാബൻ ഖത്ഇയ്യൻ മിനൽ ആയാത്തിൽ ബയ്യിനാത്ത്, ബയ്യിനത്തായ ആയാത്തിനാൽ അനിഷേധ്യമായ ഈജാബ് വന്നതിന് ശേഷം, അതായത് ഇൽമിന് ഉണ്ടാക്കുന്ന ഇൽമിങ്ങനെ വരട്ട, ഇൽമിനെ ഉണ്ടാക്കി തീർക്കുന്ന തരത്തിലുള്ള ആയാത്തും ബയ്യിനാത്തും ഇവിടെ വന്നു എന്നർത്ഥം. അപ്പൊ ഇൽമ് വരും. മനസ്സിലാ? മിൻബാദി മാ ജാഅക മിനൽ ഇൽമി, ഇൽമിങ്ങനെ വരല്ല ഇരുന്ന്. പക്ഷെ അതായത് മാ യൂജിബുഹു, ഇൽമിനെ ഉണ്ടാക്കുന്ന ഒരു കാര്യം വന്ന് ഈജാബൻ ഖത്ഇയ്യൻ, എന്തിനാണ് മാന്റെ ബയാനാണ് മിനൽ ആയാത്തുൽ ബയ്യിനാത്ത്. വസമിഉ ദാലിക മിൻക, തങ്ങളെ വക്കൽ നിന്ന് അവരൊക്കെ കേൾക്കുകയും ചെയ്തു. ഫലം യർഅബു അമ്മാഹും അലൈഹി മിനൽ ദലാലി വൽ ഗയ്യി, വെടികേടിനാലും പിഴച്ച വിശ്വാസത്തിനാലും അവർ ഉള്ളതുമ്മ തന്നെ ഉറച്ച് എന്നവർ മതിയാക്കുന്നില്ല. അതാണ് ഇൽമ് വന്നതിന് ശേഷം എന്ന് പറഞ്ഞത്. അവന് മുഖദ്ദിമാത്ത് ശരിയായ ഇൽമ് ഓട്ടോമാറ്റിക്കായിട്ട് വരുമല്ലോ. എന്നാൽ എന്താക്കണം, ഫഖുൽ, അവരോട് പറയുക. എന്നുവെച്ചാലോ ഫഖതൽ കലാമ മഅഹും, അതിന് അവരോടുള്ള സംസാരം മതിയാക്കിയേ. വആമിൽഹും ബിമാ യുആമലു ബിഹിൽ മുആലിദു, മത്സരിച്ച് സംസാരിക്കുന്ന ആളോട് പെരുമാറേണ്ട രീതി താഴെ പറയുന്നുണ്ട്. എന്താണ്? വഹുവ അൻ തദ്ഉഹും ഇലൽ മുലാഅനതി, ലാനത്ത് ചെയ്യലിലേക്ക് അവർ വിളിക്കുക. എന്നിട്ട് എങ്ങനെ വരുന്നത്? ഫഖുൽ, അവരോട് പറയുക, തആലൗ, ബാ, ഹലുമ്മു, നിങ്ങൾ ഇങ്ങോട്ട് വാ, ബിർറഅയി വൽ അസീമതി ലാ ബിൽ അബ്ദാൻ, അല്ല ഉറച്ച തീരുമാനത്തോടെ വരണം, വെറും ശരീരം കൊണ്ട് വന്നാൽ പോരാ. എന്താ? അലിയന്നഹും മുഖബിലൂന, അവർ അവിടെ തന്നെ ഉണ്ടല്ലോ. ഉള്ളവരോട് തആലൗ എന്നതിനെ പിന്നെ പറയേണ്ട ആവശ്യം.
വേറെ ശരീരം കൊണ്ട് അവിടെ ഉണ്ട്. ജസദോടൊപ്പം അവരവിടെ ഉണ്ട്. ഉള്ളവരോട് തആല എന്ന് പറയേണ്ട ആവശ്യം എന്താ? അതിലേക്ക് മനസ്സും കൂടി സഹകരിച്ചിട്ട് വാ അല്ലേ? എന്താ ഉണ്ട്? നമ്മൾ വിളിക്കണം, നമ്മളെ മക്കളെ വിളിക്കുക, നിങ്ങളെ മക്കളെ നിങ്ങളും വിളിക്കും. അപ്പൊ ഇവിടെ ബനാത്തിനെ പറഞ്ഞില്ലല്ലോ. അബിനാഗ് എന്ന് പറഞ്ഞാൽ ആൺമക്കളെല്ലാം വിട്ടിട്ടുള്ളൂ. അബിനാഅന വ ബനാത്തിക്കും ബനാത്തിന എന്ന് പറഞ്ഞില്ലല്ലോ. അല്ലെ ളുഹൂരി കൗനിഹിം അഅസ്സ മിൻഹുന്ന, ബനാത്തിനാക്കാണ് അബ്നായിനാണ് കൂടുതൽ പദവി എന്ന് കാണിച്ചത്. എന്നല്ലാണ്ട് വല്ലാത്ത തശ്മലുള്ള ഔലാദ്, ഔലാദിനെ മറ്റം ഉൾക്കൊള്ളിക്കും ബനീനും ബനാത്തിനും. ആൺമക്കളായാലും ശരി പെൺമക്കളായാലും ശരി എല്ലാവരും ഉൾക്കൊള്ളിക്കുന്ന വാക്കാണത്. അപ്പൊ ഒരു തറഫ് പറഞ്ഞതിന് രണ്ടിൽ നിന്ന് ഫളീലത്തുള്ളതിനെ പറഞ്ഞു. നിങ്ങളെ നിസായിനെ നിങ്ങൾ വിളിച്ചോ, നമ്മളെ നിസായിനെ നമ്മളും വിളിക്കാം. നമ്മളെ നഫ്സിനെയും നിങ്ങളെ നഫ്സിനെയും. അപ്പൊ എല്ലാവരും കൂട്ടുകുടുംബ സഹിതം വരിക. അപ്പൊ ആദ്യം നദുഊനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ നിങ്ങളാളെ വിളിക്കണം, നമ്മൾ നമ്മളാളെ വിളിക്കണം. നഫ്സഹു. അതുപോലെ അവർ അഹ്ലുകാരല്ലേറ്റ് മഅദ്ദിനെയും വിളിക്കുക. വാൽതഖുഹും ബിഖൽബിഹി, കൽബ് കൊണ്ട് ഏറ്റവും ചേരുന്ന ആളുകളെയും. അപ്പൊ അതാണ് ആരല്ലോ? ഒന്ന് നിസാ, അബ്നാ, ബനാത്ത് എല്ലാം. എവിടത്തേക്ക് വിളിക്കുക? ഇലൽ മുബാഹലത്തി, മുബാഹലയിലേക്ക്. വയഹ്മിലുഹും അലൈഹി, അവരെ അതിനു വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക. സുമ്മ നബ്തഹിൽ, നബ്തഹിൽ എന്ന് നതബാഹൽ. മുബാഹലിന്റെ കോലം എങ്ങനെയാ? കാദിബ. ഇവിടെ ആരോ ഒരു കൂട്ടർ കളവ് പറഞ്ഞിട്ടുണ്ട്. ആ കളവ് പറഞ്ഞാളെ ലഅനത്ത് ചെയ്യുക. വനഖൂലു ലഅനത്തുല്ലാഹി അലൽ കാദിബി മിന്നാ വമിൻകും. കളവ് പറഞ്ഞാൽ ഒന്നിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ നിന്ന് അവർക്ക് ലഅനത്ത് കൊടുക്കുക. അതാണ് വനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ. കാദിബീങ്ങളെ മേൽ ലഅനത്താക്കാൻ. അതാ റുവിയ അന്നഹും ലമ്മാ ദുഊ ഇലൽ മുബാഹലത്തി, ഈ മുബാഹലയിലേക്ക് അവർ വിളിച്ചല്ലോ. ഖാലു, അവർ പറഞ്ഞേ നർജിഉ, നമ്മൾ മടങ്ങി എന്ന്. അതിനില്ല, അതിൽ നമുക്കില്ല. വനൻദുറു, ഇനി നമ്മൾ ചിന്തിക്കട്ടെ. ചെയ്യണോ വേണ്ട പിന്നെ ചിന്തിക്കാം. ഫലമ്മാ ഖലാ ബഅദുഹും ബിബഅദിൻ, അവർ പരസ്പരം ഒരുമിച്ച് കൂടിയപ്പോൾ ഖാലൂ ലി അബ്ദുൽ മസീഹി, അബ്ദുൽ മസീഹ് നേരത്തെ വന്ന കൂട്ടത്തിലാണ്. മാ തറ, എന്താ നിങ്ങളുടെ അഭിപ്രായം? മുബാഹലക്ക് പോണോ പോണ്ടയോ? ഫഖാല, അയാൾ പറഞ്ഞു, വല്ലാഹി ലഖദ് അറഫ്തും യാ മഅശറൻ നസാറാ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യും മുർസലുൻ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുർസലായ നബിയാണ് എന്ന് നസാറാക്കളെ നമുക്കെല്ലാം അറിഞ്ഞ കാര്യമല്ലേ? ഇനി സംശയം ബാക്കിയുണ്ടോ? വലഖദ് ജാഅകും ബിൽ ഫസ്ലി മിൻ അംരി സാഹിബിക്കും, നിങ്ങളുടെ സാഹിബായ ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ വളരെ ഉറച്ച ഒരു തീരുമാനവുമായി ഇവിടെ വന്നിട്ട് കഴിഞ്ഞല്ലോ. ഈസാ നബി ആരാന്ന് പറഞ്ഞിട്ടില്ലേ? വല്ലാഹി മാ ബാഹല ഖൗമുൻ നബിയ്യൻ ഖത്തു, ഏതെങ്കിലും ഒരു നബിയോട് ഒരു ഖൗമ് മുബാഹല ചെയ്തിട്ട് ഫാശ കബീറുഹും, അവർ പ്രായമുള്ള ആൾ ജീവിച്ചതോ വല നബത സഗീറുഹും, ചെറിയ ആൾ മുളച്ചു വന്നതോ ചരിത്രമില്ല. അതുകൊണ്ട് മുഴുവൻ കൂട്ടഹലാക്കിനെ ഒരുങ്ങണ്ടാന്നാണ് ഇയാൾ പറയുന്നത്. മനസ്സിലായില്ല? വലഇൻ ഫഅൽതും ലതുഹ്ലികുന്ന, അങ്ങനെ കാണാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനും ഹലാക്കാക തന്നെ ചെയ്യും. ഫഇൻ അബൈതും ഇല്ല ലിഖാമത അലാ മാ അൻതും അലൈഹി, നിങ്ങൾ വിശ്വസിക്കുന്നതിന്റെ മേൽ ഉറച്ചു നിന്നാലേ പറ്റുമെങ്കിൽ ഫവാദിഉർ റജുല, റജുലിനോട് യാത്ര പറഞ്ഞോളി. ഇനി നിങ്ങൾ ഇഷ്ടം. വൻസരിഫു ഇലാ ബിലാദിക, നാട്ടിലേക്ക് പോയിക്കോന്ന്. അങ്ങനെ ഫഅതൗ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറഞ്ഞു. ഞങ്ങൾ പോയെന്ന് പറയാം. നോക്കുമ്പോൾ തങ്ങളങ്ങനെ പുറപ്പെട്ടിട്ടുണ്ട്. വഖദ് ഖറജ സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ പുറപ്പെട്ടിരുന്നു. മുഹത്തമിനൽ ഹുസൈന, ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നമ്മളെ എടുക്കല, നമ്മളിങ്ങോട്ട് തട്ടലെന്നാ പറയുന്നത്, തട്ടലല്ല എടുക്കലാണ്. അപ്പൊ ഹുസൈൻ ചെറിയാണല്ലേ. ആഖിദൻ ബിയദിൽ ഹസൻ, ഹസൻ തങ്ങളെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ മൂന്നാളായി. ഇനി ആരെന്നും വരണം? ഫാത്തിമത്തു തംശി റളിയല്ലാഹു അൻഹ
തങ്ങളെ പിന്നിൽ നടക്കുന്നു. വഅലിയുൻ ഖൽഫഹ, അലി റളിയല്ലാഹുവിന്റെ പിന്നിൽ. അപ്പൊ എന്തായി? 5 ആളായി. അഹ്ലുൽ ബൈത്തിന്റെ ഖസ്സായ 5 ആളായി. ഈ ഖംസത്തുൻ നുത്ഫി ബിഹാ ഹർറൽ മബായിൽ ഹാത്തിമ അൽ മുസ്തഫ വൽ മുർത്തള വബിനാഹുമാ വൽ ഫാത്തിമ. 5 ആളായില്ലേ അഹ്ലുൽ ഖസാൽ. വഹുവ യഖൂലു ഇദാ അന ദഅഉതു ഫഅമിനു, ഞാൻ ദുആരക്കുമ്പോൾ ആമീൻ പറയണേ എന്ന് അവരോട് പറയുന്നുണ്ട്. ഇത് ഇവർ കേൾക്കുന്നു. ഫഖാല അസ്ഖഫു നജ്റാൻ, നജ്റാനുള്ള അസ്ഖഫ് ഉണ്ടല്ലോ, യാ മഅ്ശറൻ നസാറ ഇന്നി ലറാ വുജൂഹൻ, അതാ വരുന്ന കുറച്ച് മുഖങ്ങളെ ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ഉടമകളെ കാണുന്നു. ലൗ ശാ അല്ലാഹു തആല അൻ യുസീല ജബലൻ മിൻ മകാനിഹി ലഅസാലഹു, ആ പർവ്വതം നീങ്ങണമെന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ എന്താക്കും? നീങ്ങിക്കളിക്കും. അത്രമാത്രം യോഗ്യതയുള്ള ആളുകളാണ് ആ വരുന്ന 5 ആളും. അതുകൊണ്ട് നമ്മീന് മെനക്കെടുണ്ടാം അല്ല. ഫലാ തുബാഹിലോ ഫതഹലികു, മുബാഹലക്ക് നിൽക്കണ്ട, ഹലാക്കാവുകയാണ്. ഫഖാലു, അവർ പറഞ്ഞു, യാ അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, റഅയ്നാ അല്ലാ നുബാഹിലക, മുബാഹല ചെയ്യണ്ട എന്നാണ് നമ്മളെ തീരുമാനം. വലാകിൻ നുസാലിഹുക കുല്ല ആമിൻ അലാ അൽഫൈ ഹുല്ലത്തിൻ, 2000 ഹുല്ലത്ത്. ഒരു നേരം ചമയാനുള്ള വസ്ത്രത്തിന് എന്ത് പറയും? ഒരു ജോഡി, ഒരു അവസാനത്തെ അതങ്ങനത്തെ 2000. അൽഫും ഫി സഫർ വാൽഫും ഫി റജബ്, 1000 എത്ര? സഫർ മാസം കൊടുക്കണം, 1000 റജബിലും കൊടുക്കണം. വസലാസീന ദിർഅൻ ആദിയതൻ മിൻ ഹദീദ്, ഇരുബിനാലുള്ള 30 അങ്കി. ഫസാലഹും അലാ ദാലിക്, അതിന്റെ മേലെ ഒത്തു തീർപ്പാക്കി. വകതബ ലഹും കിതാബൻ ബിദാലിക്, അതുകൊണ്ട് എഴുതുകയും ചെയ്തു. പിരിഞ്ഞുപോയി. എന്നിട്ട് പറയുന്നു, ഇന്ന ഹാദാ ലഹുവൽ ഖസസുൽ ഹഖ്, ഇന്ന ഹാദാ, ഇവിടം വരെ പറഞ്ഞതൊക്കെ ഇത് മാ ഖുസ്സ മിൻ നബഇ ഈസാ അലൈഹിസ്സലാം, ഉമ്മീന്റെ വിഷയക്കാരനെ ഇത് കാലത്ത് ഇമ്രാൻ മുതൽ തുടങ്ങി. ഇത് ലഹുവൽ ഖസസുൽ ഹഖ് എന്താക്കി? ഇന്ന ഹാദയിൽ നിന്ന് ലഹുവാൻ എന്താക്കി? അതിന് ഫസലാക്കി. അത് ഹസറിന് വേണ്ടി. ഹക്കായ ഖസസ് തന്നെയാണ്. ദൂനമാദാഹു, മറ്റൊന്നുമല്ല. അത് ഹസറിന്റെ മേന. ഹസറിന്റെ മേന വരുമ്പോൾ 2 തർപ്പുണ്ടാവും. ഒരു ഇജാബ് ഉണ്ടാവും, ഒരു സൽബും ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാ വയിലുകൊണ്ട് ഹസറാക്കി എന്താ അർത്ഥം ഉണ്ടായാലേ? അല്ല ഇലാഹാണെന്ന് പോസിറ്റീവ് ഉണ്ടാകും, അല്ല അല്ലാത്ത സാധനം ഇലാഹ അല്ല എന്ന് നെഗറ്റീവ് ഉണ്ടാവും. അത് പണ്ട് നമ്മളെ ക്ലാസ് ഓർമ്മിച്ചാൽ മതി. ഞാൻ അതുപോലെ ആക്കാൻ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ എന്റെ മഫ്ഹൂം എടുത്തതാണ്. അതെല്ലാം പറഞ്ഞേ, ഒന്നുണ്ട്, ഒന്നേ ഉള്ളൂ, 2 തർപ്പുണ്ടല്ലേ. ശേഷം നടത്തിയിട്ടില്ലല്ലോ ഉമ്മത്തില്. മറ്റേ ഇതുണ്ട്, ലിഹാൻ എന്നുകൊണ്ട് സാധനം ഫിഖിലുണ്ട്, അതും നടന്നിട്ടില്ല, ഹുക്കുമേ ഉള്ളൂ എന്നല്ലേ. പേടിച്ചിട്ടെല്ലാം പിന്തിരിഞ്ഞില്ലേ. ഓർക്കെന്താ അറിഞ്ഞിട്ട് പറയുന്നത്? നിങ്ങൾക്ക് കുറെ ഇനിയും തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞിട്ടില്ല എന്ന് തന്നെ തിരിഞ്ഞിട്ടില്ല അവർക്ക്. അങ്ങനെ കൊണ്ടാകപ്പെട്ട കുറേ ആളുകളുണ്ട്. ഞാനിറങ്ങിയിട്ട് നടപ്പിൽ വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞു, പേടിച്ചിട്ട് പിന്തിരിഞ്ഞ്. ഇവിടെയും തന്നെയല്ലേ. വേറെന്താ പറയുന്നത്? എവിടുന്ന്? ഇതാ. അപ്പൊ ദൂനമാ അദാഹു മിൻ അകാദീബിൻ നസറ എന്നുള്ളത് ഹസ്രന്റെ മാന അയച്ചു വെച്ചതാണ്. ഒന്ന് ശുബാത്തും ഒന്ന് നഫിയാക്കി. വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹ്, അല്ലാഹു തആല വഴിയെ ഒരൊറ്റ ഇലാഹുമില്ല. സറഹ ഫീഹി ബിമിൻ, ഇവിടെ വമാ മിൻ ഇലാഹിൻ മിന്ന് കൊടുത്തില്ലേ? ആ മിന്നെന്തിനാണ്? ഇസ്തിഗ്റാഖി, ഇസ്തിഗ്റാഖിയായ മിന്നാണ്. തഅ്കീദൻ ലിർറദ്ദി അലൻ നസാറ, നസാറാക്കൾക്ക് റദ്ദ് കൊടുക്കുന്നവര് എന്തിലാ? ഫീ തസ്ലീസിഹിം, അവരെന്താക്കി? 3 എണ്ണത്തിനെ ഇലാഹാക്കിയിട്ടുണ്ട്. ആര് റദ്ദ് പറയാൻ വേണ്ടിയിട്ടാണ് മിൻ എന്നുള്ളത് ഇസ്തിഗ്റാഖ് കൊടുക്കുന്നത്. വഇന്നല്ലാഹ ലഹുവൽ അസീസുൽ ഹകീം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അതല്ല ഹുവ. അപ്പൊ ഇസ്മിനെന്താക്കി? വീണ്ടും ലഹുവയാക്കി. അൽ ഖാദിർ വലാ ജമീഉൽ മഖ്ദൂറാത്തി,
അൽ ഹക്കീമുൽ മുഹീതു ബിൽ മഅലൂമാതി. കണ്ടോ, അസീസുൽ ഹക്കീമിന്റെ മഅന പറയുന്നു. അൽ ഖാദിറു അലാ ജമീഇൽ മഖ്ദൂറാത്ത് അൽ ഹക്കീമു അൽ മുഹീതു ബിൽ മഅലൂമാത്ത്. ലാ അഹദുൻ യുശാരിക്കുഹു ഫിൽ ഉലൂഹിയ്യ. ഉലൂഹിയ്യത്തിന്റെ വിഷയത്തിൽ അവനോട് കൂറുള്ള ആരും ഒരുത്തനും ഇല്ല. കണ്ടോ, ഫഇൻ തവല്ലൗ, ഇനിയും അവർ സ്വീകരിക്കുന്നില്ലേ, അഅറദു അൻ ഖബൂലി തൗഹീദ്, തൗഹീദിനെ സ്വീകരിക്കുന്ന തൊട്ടവർ പിന്തിരിഞ്ഞു. ബഅദമാ ആയനു തിൽകൽ ഹുജ്ജതൻ നയ്റ, പ്രകാശിക്കുന്ന ഹുജ്ജത്തുകൾ കണ്ടുകൊണ്ട് കണ്ടതിന് ശേഷം, വൽ ബറാഹിനി സ്വാതിഅ, ബുദ്ധിക്ക് ശരിക്ക് ബോധ്യപ്പെടുന്ന ബറാഹിനും, അപ്പം അക്കലിയും നക്കലിയുമായ ദലീലുകൾ കിട്ടി. എന്നാ ഫഇന്നല്ലാഹ അലീമുൻ ബിൽ മുഫ്സിദീൻ, ഫസാദ് ഉണ്ടാക്കുന്നവരെ കൊണ്ട് അള്ളാഹ് അറിയും, അവരെ പുറകെ കാണാന്നാ പറഞ്ഞു. അതൊരു താക്കീതാണ്. ഫഇന്നല്ലാഹ അലീമുൻ ബി ഫസാദിൽ മുഫ്സിദീന ഖാദിറുൻ അലാ മുജാസാതിഹിം. നമുക്ക് എവിടെ വെക്കുന്ന അതൊരു തുടക്കാന്നു, പക്ഷെ ഖാദിറുൻ അലാ മുജാസാതിഹി ആയിക്കല്ല വേണ്ട. എനിക്കൊരു നഷ്ടമില്ല. ഇപ്പം ആയത്തും മാത്രം ഓതിട്ടങ്ങ് വിടുക. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون آمنت بالله صدق الله العلي العظيم.